വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ വീട്ടിലല്ല, എൻ്റെ കയ്യിൽ മൈക്കില്ല, അതുകൊണ്ട് തന്നെ സൗണ്ട് കുറവായിട്ടായിരിക്കും ഞാൻ ഉച്ചയ്ക്ക് സംസാരിക്കുന്നത്. ഇനി ഇത്രയും ദിവസം 2 ദിവസം എന്താ വീഡിയോ ഇടാന്ന് ചോദിക്കുന്നവർക്ക് എനിക്ക് ഏത് നേരം വീഡിയോയുടെ പിന്നിൽ തന്നെ ഇരിക്കാൻ പറ്റത്തില്ല. പേഴ്സണലി നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ്. ഇപ്പോൾ അത് പല രീതിയിൽ വളച്ചൊടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ ടു ബി ഓണസ്റ്റ് അറ്റ് എ പോയിന്റ് ഐ ഡോണ്ട് കെയർ, ബിക്കോസ് കുച്ച് ബി ഹോ മുझे कुछ नहीं फर्क पड़ता. അതാണ്. ആൻഡ് ഓൾസോ ലാസ്റ്റ് വീഡിയോയിൽ ഞാനൊരു കമന്റ് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡയറിയുടെ കാര്യമാണ് ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ഡയറിയുടെ കാര്യമല്ല ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഇന്റർവ്യൂ ഓർഡറിലാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും ഡയറി 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 എന്ന് ദസ്വി ചൊല്ലുന്ന പോലെ ഡയറീനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഡയറി വോണ്ട് കം ഇൻ ദാറ്റ് വീഡിയോ. ഞാൻ പറയുന്നുണ്ടല്ലോ, എൻ്റെ വാ വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഡയറിയുടെ കാര്യം ഈ വീഡിയോയിൽ ഇല്ല. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ഇസ് ദർ സം കൈൻഡ് ഓഫ് മിസ്കമ്മ്യൂണിക്കേഷൻ? സീരിയസ്ലി ഞാൻ പിൻ ചെയ്ത് പറഞ്ഞു, എൻ്റെ വീഡിയോയുടെ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞു. അല്ലാണ്ട് ഞാൻ നിങ്ങൾക്ക് മറ്റേ മൂവിയിലൊക്കെ ഹൈപ്പ് കൊടുക്കുന്ന പോലെ ഇപ്പം ഡയറിയുടെ കാര്യം വരും കേട്ടോ, ഇപ്പം ഡയറിയുടെ കാര്യം വരും, ഈ പകുതി എത്തുമ്പോൾ വരും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ആവേശം കയറ്റി തന്നിട്ട് ഞാൻ വീഡിയോ അവസാനം അയ്യേ പറ്റിച്ചേ ഡയറിയുടെ കാര്യമില്ല എന്നൊന്നും ഞാൻ പറയാൻ നിന്നല്ലോ. ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു ഇന്റർവ്യൂയുടെ പാർട്സ് ആയിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഡയറിയുടെ കാര്യം പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ആ കുൽസിത പ്രവൃത്തിയിലോട്ട് നമുക്ക് പിന്നീട് കിടക്കാം. കുൽസിത പ്രവൃത്തിയല്ലേ നിങ്ങൾ അതിനെ കാണുന്നത്. ഫസ്മിനയുടെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? ഫസ്മിന ആളുടെ കൂടെ പോയി, ഫസ്മിന ലല്ലു ഉള്ളപ്പോൾ വേറെ ആളുടെ കൂടെ പോയാൽ ഫസ്മിന കഞ്ചാവാണ്, ഫസ്മിന കല്ലാണ്, ഫസ്മിന സ്കോറാണ്, ഫസ്മിന മറ്റതാണ്. ഡ്യൂഡ്, കേരളത്തിൽ ഗോൾഡിന്റെ വിലയേക്കാളും കൂടുതലാണ് ഇപ്പോൾ ഫസ്മിനയുടെ ഡയറിയിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ അത്രയും ഇൻട്രസ്റ്റഡ് ആണ് കുൽസിതപരമായിട്ടുള്ള കാര്യങ്ങൾ. ഒരാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ട്രാജഡി അത്രയും കുൽസിതപരമായിട്ട് കാണാൻ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജനക്കൂട്ടമാണ് കേരള സമൂഹം. ഓക്കെ, ഇൻക്ലൂഡിങ് മീ, ഞാനടക്കം ഉണ്ട് ആ ജനറേഷനിൽ. അപ്പോൾ ഇവിടെ ആരും മറ്റേ മാന്യത കളിക്കുന്നുണ്ട്. അയ്യോ ഇങ്ങനത്തെ കണ്ടന്റ്സ് ഒന്നും ഞങ്ങൾ കാണാറില്ല, ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ കാണാറില്ല, നമ്മൾ എഡ്യൂക്കേഷൻ സ്റ്റഫ് മാത്രം യൂട്യൂബിൽ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഫക്ക് ദാറ്റ് ഷിറ്റ്. നോബഡി ഡസ് ദാറ്റ്. എല്ലാവരും കുൽസിതം തന്നെ കാണുന്നത്. അപ്പം ആരും മിണ്ടാണ്ടിരിക്കുക. പിന്നെ വേറെ ചില പട്ടി നായക്കാട്ടം യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് ദം റീച്ച് എനിമോർ. സോ ഇങ്ങനെയുള്ള വൃത്തിയായിട്ട ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾ എന്നെ തന്നെ വെച്ചിട്ടാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയും നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കാൻ ചെയ്യുന്നതല്ല, നമ്മൾ വെറുതെ ഇരുന്ന് ഇത് പറയുന്നതാണ്, നമ്മളിത് ചെയ്യുന്നതാണ്, ഇവളിങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് നമ്മൾ ഇതാക്കുന്നതാണ്. എൻ്റെ ഒരു വീഡിയോയ്ക്ക് 4 റിയാക്ഷൻ വരുന്നത് എങ്ങനെയാണ് ബ്രോ? എൻ്റെ ഒരു വീഡിയോയ്ക്ക് 1 റിയാക്ഷൻ ആണെങ്കിൽ ഓക്കെ, കണ്ടന്റ് എനിക്ക് മനസ്സിലാവും. പക്ഷെ 4 എണ്ണമൊക്കെ വരുമ്പോഴത്തേക്കും അത് കുറച്ച് റീച്ചിനാന്ന് നമുക്കും തോന്നൂലേ? ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്. നിങ്ങളും അതിൽ നിന്ന് പൈസ തന്നെയാണല്ലോ വാങ്ങുന്നത്, അല്ലാണ്ട് നിങ്ങൾ വേറെ ഒന്നും അല്ലല്ലോ വാങ്ങുന്നത്, അല്ലല്ലോ അല്ലേ? ഓക്കെ, സോ ഈ പറയുന്ന യൂട്യൂബേഴ്സ്. പിന്നെ വേറൊരു കുടുംബശ്രീ ഉണ്ട്. അപ്പുറത്ത് അസുറ താത്ത ആരുടെ കൂടെ പോയി, ഇപ്പുറത്ത് മജീദ് അവരുടെ കൂടെ പോയോ, ഈ മതിലിന്റെ അപ്പുറം എന്താണ് നടക്കുന്നത് എന്ന് ഉറ്റുനോക്കുന്ന ഒരു കുടുംബശ്രീ ചാനൽ. ഇത്രയും കുടുംബശ്രീ ആയിട്ടുള്ള വേറൊരു ചാനൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ക്യാരക്ടർലെസ് യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ ഭർത്താവിന്റെ കുറിച്ച് തന്നെങ്കിലും ഇടാം, പറയുന്നതെന്ന് ഇടാം. ഓക്കെ, ഞാൻ അല്ലാണ്ട് വേറെ എല്ലാവരുടെയും കുൽസിതം എടുത്തിടുന്നില്ല. പക്ഷെ ഇത് കുൽസിതം മാത്രമേ ഉള്ളൂ. ആൻഡ് ബയോയിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ കൊടുത്തേക്കുന്നത് എന്താവും? പാസിങ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കോൺട്രവേഴ്സീസിനുള്ള ക്ലാരിഫിക്കേഷൻസും കാര്യങ്ങളുമാണ് കൊടുക്കുന്നത്. വാട്ട് ക്ലാരിഫിക്കേഷൻ? ഇന്ന ആളുടെ കൂടെ പോയതാണോ? അതാണ് നിങ്ങൾ കൊടുക്കുന്ന ഇൻഫ്ലുവൻസിങ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് നമ്മളൊന്നും കണ്ടന്റ് ആക്കുന്നതല്ല. അയ്യോ നമ്മളൊക്കെ വെറും സീരിയസ്ലി ഈ ഫസ്റ്റ് പറഞ്ഞ ഈ പട്ടി, ഈ വാണാല് ഞാനൊരു സ്റ്റോറി ഇട്ട വരെ എന്നെ അത്രയും അഡിക്ഷനാണ്. എന്താ കുട്ടാ, നിനക്ക് എന്നോട് അത്രയും ആരാധന മൂത്തിരിക്കുവാണോ? ആരാധന മൂത്തിട്ട് നിനക്ക് എൻ്റെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, എൻ്റെ വീഡിയോ ഇടാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു വീഡിയോ ഇട്ടാൽ 5 പാർട്സായിട്ട് കട്ട് ചെയ്തിടുന്നവരാണ് എന്നോട് പറയുന്നത് നീ ലല്ലുവിനെ വിറ്റ് എത്ര വീഡിയോ ഇട്ടടീന്ന്. തൊപ്പി വെച്ച വാണം എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കുന്നത് എൻ്റെ എക്സ് ആണ്. മൈ എക്സ് ഇസ് എ വെരി ഗുഡ് പേഴ്സൺ. ഞാൻ എക്സിനെ പറയുന്നതല്ല. തൊപ്പി വെച്ച വേറൊരു വാണം. ഓക്കെ, ആ വാണത്തിന് മനസ്സിലായിട്ടുണ്ടാവും ആ വാണം ഈ വീഡിയോ കാണുമെന്ന് പറയാം. സോ ആ വാണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ കണ്ടന്റ് എറിഞ്ഞു തരാം. ആൻഡ് പിന്നെ പറയുന്നുണ്ട് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ട്. ബ്രോ ഐ ലിവ്ഡ് വിത്ത് എ കാണ്ടാമൃഗം. സോ എനിക്ക് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ട് ഉണ്ടാവും. ഇത് കാണുന്നവർ വിചാരിക്കും ഇവൾക്ക് എന്തൊരു അഹങ്കാരമാണ്, ഇവർക്ക് ഇത് തന്നെ വേണമെന്ന്. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. ബിക്കോസ് ഐ ലിവ്ഡ് എ ലൈഫ് വേർ സ്വന്തം ഹസ്ബൻഡ് മീഡിയയുടെ മുന്നിൽ പോയിട്ട് അവളുടെ പ്രഗ്നൻസി എൻ്റെ അല്ലായിരുന്നു എന്ന് പറഞ്ഞ് അത്രയും അതിൽ കൂടുതൽ അത് സഹിച്ചിട്ടുള്ള തൊലിക്കെട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കമന്റ്സ് ഇതാവുന്ന തൊലിക്കെട്ടുണ്ടോ? ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പെൺപിള്ളേര്, ഓക്കെ, ഇഫ് യു ആർ മാരീഡ് ആൻഡ് യു ഹാവ് എ ചൈൽഡ് ആൻഡ് അറ്റ് വൺ പോയിന്റ് നിങ്ങളുടെ ഹസ്ബൻഡ് പറയുന്നത് എൻ്റെ കുട്ടിയല്ല ഇത് വേറെ ആരുടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് താങ്ങാൻ പറ്റുന്ന ആലോചിച്ചാൽ മതി. അപ്പോൾ അത്രയുള്ളൊരു കാര്യം ഞാൻ താങ്ങിയിട്ടുണ്ടെങ്കിൽ ഐ ഫീൽ വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ് ഫോർ ലിവിങ് വിത്ത് ആൻ ആസോൾ. ഓക്കെ,
പിന്നെ പറയുന്നുണ്ട് പണ്ട് വീഡിയോസ് ഡെയിലി വരുമായിരുന്നു, ഇപ്പം അതാവുന്നില്ല, ഇതാവുന്നില്ല, അവള് റീസൺ ഉണ്ടാക്കണം, അവൾക്ക് ഫോൺ ഇല്ലാണ്ട്. ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്കറിയാം, യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് മാന്യമായിട്ട് ചെയ്യുന്നവർക്കറിയാം. നമ്മൾ ഈ ഫോണിൽ വീഡിയോ പ്ലേ ചെയ്തിട്ടാണ് നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നത്. എനിക്ക് അതിന് ചെയ്യാറുള്ളൂ, അല്ലാണ്ട് എനിക്ക് വഹി ഇറങ്ങത്തൊന്നുമില്ല. എനിക്ക് ആലോചിച്ച് ചിന്തിച്ച് പറയാനുള്ള വഹി എനിക്ക് ഇറങ്ങത്തില്ല. ബിക്കോസ് ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ പോയിന്റ്സ് ആയിട്ട് ഞാൻ ഇപ്പോഴും എഴുതി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്തിനെ പറ്റി പറയുമ്പോൾ എന്ത് കാര്യമാണ് എവിഡൻസ് വെക്കേണ്ടതെന്ന് വരെ എഴുതി വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് എല്ലാ വീഡിയോസും ചെയ്തത്. ആദ്യം തൊട്ട് ഇപ്പോൾ വരെ എല്ലാ വീഡിയോസും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ഫോൺ ഇല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഇത്ത എപ്പോഴും വീട്ടിലുണ്ടാവില്ല, എൻ്റെ ഇത്താക്ക് തിരക്കുണ്ടാവും. അപ്പോൾ എൻ്റെ ഇത്താടെ ഫോൺ എനിക്ക് എപ്പോഴും കയ്യിൽ കിട്ടത്തില്ല. സോ ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങിച്ചത്. എനിക്ക് ആരുടെ ഇതില്ലാണ്ട് എനിക്ക് സൗകര്യമുള്ളപ്പോൾ എൻ്റെ അനുസരിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഐ ഹാവ് എ സെക്കൻഡറി ഫോൺ റൈറ്റ് നൗ. ഓക്കെ, പിന്നെന്തായിരുന്നു? ഇന്റർവ്യൂ കൊടുത്ത ഓർഡറിൽ ഞാൻ പിന്നെയും പറയുന്നു, ഇന്റർവ്യൂ കൊടുത്ത ഓർഡറിൽ ഞാൻ ചെയ്യത്തുള്ളൂ. ഈ വീഡിയോയിൽ ഡയറിയുടെ ഭാഗം ആരെയും പ്രതീക്ഷിക്കുന്നുണ്ട്, കുറെ പേര് പ്രതീക്ഷിക്കുന്നുണ്ടറിയാം. യു ക്യാൻ സ്കിപ്പ് ദ വീഡിയോ ബിക്കോസ് ദിസ് ഇസ് അബൌട്ട് പ്രഗ്നൻസി. ഇതെന്നെ ബാധിച്ചൊരു കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രഗ്നൻസിയുടെ കാര്യം ക്ലാരിഫൈ ചെയ്യണമെന്നോ, നിങ്ങളല്ല പ്രഗ്നന്റ് ആയിരുന്നത്, ഞാനായിരുന്നു. അപ്പം എനിക്കത് ക്ലാരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആൻഡ് അതിനു മുന്നേ ഈ വീഡിയോ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് എല്ലാ ഇന്റർവ്യൂവിലും പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറപ്പ് തോന്നിയത്. അറപ്പെന്ന് വെച്ചാൽ എനിക്ക് അവനെ പിടിച്ച് കൊങ്ങയ്ക്ക് കയറ്റി പിടിച്ച് അവൻ്റെ ചെവാലക്കുറ്റി അടിച്ച് പൊട്ടിച്ച് അവൻ്റെ സാമാനം വെട്ടി എരിഞ്ഞ് അവൻ പുഴുത്ത് HIV ഒന്നുമല്ല, എയ്ഡ്സ് വന്ന് അവൻ്റെ എല്ലാ പാർട്സും ഇങ്ങനെ നമുക്ക് ഈ വേദന കൊണ്ട് ചാവത്തില്ലേ, അങ്ങനെ ചാവണമെന്ന് ഞാൻ വിചാരിച്ചു പോയി. ആ ഒരു മനസ്സ് എനിക്ക് ഒരിക്കലും എന്നോട് മാറുമെന്ന് എനിക്ക് തോന്നില്ല. ഇവനെ എങ്ങനെയും പുഴുത്തൊരു ദിവസം എൻ്റെ മുന്നിൽ ചാവുന്നത് എനിക്ക് കാണാനുള്ള ഭാഗ്യം പഠിച്ചാൽ ഉണ്ടാക്കി തരട്ടെ എന്ന് ഞാൻ ശരിക്കും ദുആ ചെയ്യുന്നു. ആമീൻ. ഓക്കെ, കയ്യിൽ കിട്ടിയ സത്യമായിട്ട് കൊന്നുകളഞ്ഞാൽ അത്ര ഞാൻ പറഞ്ഞോളൂ. ഐ സീരിയസ്ലി ഹോപ്പ് ഹി ഡൈസ് അറ്റ് ദിസ് പോയിന്റ്. ഐ സീരിയസ്ലി ഹോപ്പ് വണ്ടി അടിച്ചെങ്കിലും മരിച്ചു നോക്കോട്ടെ എന്ന്. അപ്പോൾ കുറേ പേരുടെ ജീവിതം രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ ഞാൻ അധികം ഇതാക്കുന്നില്ല. ആൻഡ് ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ഇല്ലാണ്ട് പെട്ടെന്ന് തീർക്കാൻ നോക്കാം. പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ലല്ലുവായിട്ട് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു. ശരി, പ്രഗ്നന്റ് ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയിരുന്നേ, പക്ഷെ ഞാനാണോന്ന് എനിക്കൊരു ഉറപ്പില്ല. എന്തൊരു ആണെന്ന് ചോദിക്കുകയാണ്. തന്റെ ഉണ്ടോ ഇവന്? ഒരു ഇന്റർവ്യൂവിൽ പോയിരുന്ന് പറയുന്ന, അതും ഭയങ്കര പ്രൗഡായിട്ടിരുന്ന് പറയുന്ന പോലെ എന്റെ കുട്ടിയാണോന്ന് എനിക്ക് അറിയത്തില്ല എന്ന്. ഹൗ ഡു യു ഡു ദാറ്റ് ബ്രോ? കുറച്ച് കഴിയുമ്പോൾ സ്വന്തം ഉമ്മായോട് ചോദിക്കുക വാപ്പ ഇത് തന്നെയാണെന്ന്. അങ്ങനെ വരെ ചോദിക്കാൻ നിനക്ക് മടി ഉണ്ടാവില്ലല്ലേ? ആ ലെവലിൽ ഉത്തരം നിനക്ക് എങ്ങനെ ഇത് സംസാരിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് ഉറപ്പില്ലെന്നല്ല, ഞാൻ ഉറപ്പുണ്ടാക്കി തരാം നിനക്ക്. ഓക്കെ, ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ നിനക്ക് ഉറപ്പുണ്ടാക്കി തരാം. അപ്പം നിനക്ക് ചിലപ്പോൾ കുറച്ച് ഉറപ്പ് കിട്ടുമായിരിക്കും നിന്റെ ആണെന്ന്. ആൻഡ് ഐ ഹാവ് നെവർ ഷെയർ ദിസ് ഓൺ മൈ യൂട്യൂബ് ബിക്കോസ് അവൻ്റെ ഫാമിലി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. അവൻ്റെ ഉമ്മ അടക്കം എന്നോട് പറഞ്ഞായിരുന്നു, പ്രഗ്നൻസിയുടെ കാര്യമൊന്നും എവിടെയും പറയരുത്, നിങ്ങൾ ഇനി ഭാവിയിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പ്രശ്നമാവും, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന നിർത്ത്, മറിച്ചതാണ്, നിങ്ങളൊന്ന് യോജിച്ച് പോകാൻ നോക്ക്, വെറുതെ ലാസ്റ്റ് റിഗ്രറ്റ് വരും പറയുന്ന കാര്യത്തിന്. അത് കൂടാണ്ട് ഇത്രയും ഇതിൽ നിൽക്കുന്നൊരു കാര്യം, അതായത് ഈ പ്രഗ്നൻസി എന്നൊക്കെ ഉള്ളൊരു കാര്യം അത്രയും ഒരാളെ ടച്ച് ചെയ്യുന്ന ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്താ എനിക്ക് പറയേണ്ട അറിയില്ല. ഞാൻ ഇത്രയും നാളും ഇട്ട വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഇത്രയും നാളും അവനെ പറ്റി ഇട്ട ഒരു വീഡിയോസിൽ പോലും ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു, അവൻ എന്നെ കൊണ്ട് അബോർഷൻ ആക്കി, അവൻ എന്നെ ഇതാക്കിയെന്ന് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഐ കെപ്റ്റ് മൈ വേർഡ്. ഞാൻ അവർക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. ആൻഡ് ഓൾറെഡി ഒരു കേസ് കൊടുത്തുകൊണ്ടും കൂടെ ഞാൻ ആ കാര്യം സംസാരിച്ചിട്ടേ ഇല്ല. അബോർഷൻ ചെയ്ത കാര്യം ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. ദാറ്റ് വാസ് ഫോർ ബോത്ത് ഓഫ് എസ്. ഞാൻ രണ്ടുപേരെ ഓർത്തിട്ട് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ ഇവൻ ഈ തന്തയില്ലാത്തവൻ അത് പോയി പബ്ലിക്കലി ഇരുന്ന് പറഞ്ഞു, അതും ഭയങ്കര പ്രൗഡായിട്ട് അവൻ്റെ അല്ലെന്ന്. അപ്പോൾ ഇനി എനിക്കത് പറയാണ്ടിരിക്കാൻ, എനിക്ക് ക്ലിയർ ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഐ എം വെരി സോറി ടു ഹിസ് പേരൻസ്, ടു ഹിസ് മദർ. എനിക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നിങ്ങളുടെ മോൻ വന്നിട്ട് ഇത്രയും വലിയൊരു ആക്ഷേപണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. ഒന്നും വിചാരിക്കരുത്, ഇത്രയെങ്കിൽ പറയാനുള്ളൂ. അതായത് ഞങ്ങൾ റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് രണ്ടാഴ്ച ഞങ്ങൾ ഒരുമിച്ച് താമസിക്കും. 2 ആഴ്ച കഴിഞ്ഞ പാടാണ് നമ്മൾ പ്രഗ്നന്റ് എന്ന് പറഞ്ഞത്. ഒരിക്കലും പോസിബിൾ ആവാത്ത കാര്യം. എനിക്ക് അതിനെ കുറിച്ച് അന്ന് ധാരണ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഓരോരുത്തർ വീട്ടിൽ നിന്നും പിന്നെ അതേമാതിരി ഓരോരുത്തരുടെ പറഞ്ഞു കേട്ടപ്പോ മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ റിലേഷൻ നമ്മൾ ഒരാൾക്ക് ഫിസിക്കലായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഒരു 1 month 2 month കഴിഞ്ഞാലല്ലേ ഇത് വരത്തുള്ളൂ അല്ലെ? ഇത് ഒരു 2 week കഴിഞ്ഞ പാട് ഞാൻ പ്രഗ്നന്റ് ആന്ന് പറയുമ്പോ ഞാൻ അന്ന് പേടിച്ചിട്ട് മൊത്തം വിശ്വസിച്ചു. പിന്നെ അവള് ഓൾറെഡി വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുകയും ചെയ്തു. അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് കല്യാണം നിക്കായി കാര്യങ്ങളൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളായണ്ടേ.
ഫസ്റ്റ് ചോദിക്കാനുള്ളത് 2 വീക്സിൽ പ്രഗ്നന്റ് ആവില്ല എന്ന് പറഞ്ഞു. 2 വീക്സിൽ എന്തുകൊണ്ട് പ്രഗ്നന്റ് ആവത്തില്ല എനിക്കറിയത്തില്ല. പിന്നെ ഇവന് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, നിനക്ക് ഒരാളായിട്ട് സെക്ഷലി ഇൻറ്റിമസി എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരിക്കുമല്ലോ, നിനക്ക് അതും നീ അറിഞ്ഞിട്ടുണ്ടാവില്ല, നിനക്ക് നിന്റെ സാമാനം എങ്ങനെയാ ഇതാക്കണ്ടേന്നും അറിയത്തില്ലായിരിക്കുമല്ലേ. ഒന്നും അറിയാത്തൊരു ഇല്ലില്ല കുട്ടി, ചുച്ചിട്ട് വാവാ. നിനക്ക് വായിൽ എനിക്കുണ്ടല്ലോ ഇവന്റെ ഈ പറച്ചില് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല, ഇവന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ എനിക്ക് എന്താണ് എൻ്റെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യുന്നതെന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ 2 വീക്സിൽ പ്രഗ്നന്റ് ആവില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരം. അത് പോട്ടെ, ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല, ആ പച്ചക്കളത്തിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ നടന്ന സംഭവം ഞാൻ പറയാം. November 12th ഞങ്ങൾ റിലേഷൻ ആയത്. November 12th റിലേഷൻ ആയി. ഒരുമിച്ച് താമസിച്ചെന്ന് ഇവൻ ഇപ്പം ഈ ക്ലിപ്പിൽ സമ്മതിക്കുന്നുണ്ട്. ഇവൻ ഇത്ര നാൾ ഒരുമിച്ച് താമസിച്ചെന്ന് സമ്മതിച്ചിട്ടില്ലായിരുന്നു. നിന്റെ വായിൽ തന്നെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കുട്ട. സോ ഒരുമിച്ച് താമസിച്ചു. November 12th തൊട്ടിട്ട് നമ്മൾ ഒരുമിച്ചാണ്. November, December, January, February ആണ് നിക്കാഹ്. 3 മാസം നമ്മൾ ഒരുമിച്ചാണ് നിന്നിട്ടുള്ളത്. സോ കാമായിട്ട് സംസാരിക്കുക. സോ November, December, January 3 മാസം ഒരുമിച്ച് നിന്ന് January നമ്മൾ കോഴിക്കോടാണ് ഇതിന് പോയത്, ന്യൂ ഇയർ ആഘോഷിക്കാൻ കോഴിക്കോട് പോയി. അപ്പോൾ എനിക്ക് എന്തോ ഐ വാസ് നോട്ട് ഫീലിംഗ് ഗുഡ്. എനിക്ക് എന്തോ അവിടെ ഇവിടെ ഒരു മിസ്സിങ് അങ്ങനെ എനിക്ക് തോന്നി എന്തോ ഉണ്ടെന്ന്. ബിക്കോസ് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് കഴിക്കുന്ന ഫുഡിനൊന്നും ഒരുമാതിരി എന്തോ ബോഡി മൊത്തത്തിൽ തളർച്ച. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു പറഞ്ഞു. January 1 നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയി ന്യൂ ഇയർ ഇതെല്ലാം ആഘോഷിച്ച് വടക്കം പൊട്ടിക്കുന്നൊക്കെ കണ്ട് സന്തോഷത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. റൂമിലെത്തിയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പോസിറ്റീവ് ആയിരുന്നു. ഓക്കെ, പോസിറ്റീവ് ആയിരുന്നപ്പോഴത്തേക്കും ഹി വാസ് വെരി ഹാപ്പി. ഒന്നോ ഞാൻ വാപ്പ ആവാൻ പോകുന്നത്, ഞാൻ അതാവാൻ പോകുന്നത് ഭയങ്കര മാനിപ്പുലേഷൻ. അപ്പം സത്യം പറഞ്ഞാൽ ഫ്രം മൈ സൈഡ് ഐ വാസ് സ്റ്റക്ക്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് വീട്ടിൽ പറയണമെന്ന് അറിയത്തില്ല. ബിക്കോസ് നെക്സ്റ്റ് മന്ത് നിക്കാഹ് ഉറപ്പിച്ച് വെച്ചേക്കാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ബിക്കോസ് ഫാമിലി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. എൻ്റെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്കാണ്. കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയി, ഞാൻ എവിടെയും ന്യായീകരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പറ്റിപ്പോയി. എന്നിരുന്നാലും ഐ വാസ് ഓക്കെ. ബിക്കോസ് ആ ആളെ തന്നെയാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. നിക്കാഹ് കഴിക്കുന്ന ആ ആളെ തന്നെയാണ്. ഇറ്റ്സ് ജസ്റ്റ് 1 month ഡിഫറൻസ്. ആ ആളെ തന്നെ നിക്കാഹ് കഴിച്ചെന്നു, ആ ആളുടെ തന്നെ കുട്ടിയാണല്ലോ. അപ്പോൾ പിന്നെ അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. സോ ഐ വാസ് ഓക്കെ. ഞാൻ അങ്ങനെ റിലാക്സ് ചെയ്തു. വീട്ടിൽ പറഞ്ഞ് എങ്ങനെയും സംസാരിച്ച് സമ്മതിപ്പിക്കാന്നൊക്കെ ഓർത്തു. ആൻഡ് ഹി വാസ് ലൈക്ക് നമുക്കിത് കളയണ്ട, നമുക്കിതാക്കണ്ട. ഞാൻ ആദ്യം അവനോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ലല്ലു നീ ഓക്കെ ആണോ? ആൻഡ് ഹി വാസ് ലൈക്ക് ഞാൻ ഓക്കെ ആണ്, ഐ എം ഡബിൾ ഹാപ്പി എന്ന് പറഞ്ഞ് കണ്ണിന്നൊക്കെ വെള്ളം വരുന്ന പോലെ അഭിനയിച്ചു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ടുള്ള ഹോസ്പിറ്റൽ സെർച്ച് ചെയ്തു. സോ ആ ഹോസ്പിറ്റലിൽ ഫോട്ടോ എവിടെ കൊടുക്കാം. ഇതാണ് ആ ഹോസ്പിറ്റൽ, കൊക്കോരി. ഈ ഹോസ്പിറ്റൽ ആർക്ക് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. ഞാൻ വിളിക്കുന്ന റെക്കോർഡ് എവിടെ എന്തായാലും വെക്കാം. സോ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോഴത്തേക്കും നമ്മൾ ബുക്കിംഗ് എടുത്തു. അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ പോയി. ജാനുവരി തന്നെയാണ് ഹോസ്പിറ്റലിൽ പോയത്. റെക്കോർഡിങ്ങിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോഴത്തേക്കും 3 weeks പ്രഗ്നന്റ്. ഓക്കെ, 3 weeks. January 1 പ്രഗ്നന്റ് ആയിട്ട് January 6th സംതിങ് ആണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. 3 weeks ആയിട്ടുള്ളൂ. 3 weeks എന്ന് പറയുമ്പോഴത്തേക്കും ഡിസംബറിൽ നിന്റെ കുട്ടി അല്ലാണ്ട് പിന്നെ നിന്റെ ഉപ്പുപ്പാടെ കുട്ടി വരുവാണ് എൻ്റെ വയറ്റില്. നിന്റെ വേറെ ആരുടെയും കുട്ടി എനിക്ക് വരുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഡിസംബറിൽ പിന്നെ ആളുടെ കുട്ടിയാണ്. 3 weeks പിന്നെ ആളുടെ കുട്ടിയെ വരിക. നവംബർ തൊട്ട് ജാനുവരി വരെ നമ്മൾ റിലേഷനിലല്ലേ. റിലേഷനിൽ അല്ലാണ്ടൊന്നും അല്ലല്ലോ നമുക്ക് കുട്ടി ഉണ്ടാവും. ഇനി റിലേഷൻ അല്ല. ഇവൻ പറഞ്ഞു നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നെന്ന്. അത് ഞാൻ തെളിയിക്കുന്നുണ്ട്. നവംബർ തൊട്ട് ജാനുവരി നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് ഞാൻ തെളിയിക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൽ ആർക്ക് വേണേൽ വിളിച്ച് ചോദിക്കാം, ഫസ്മിന മുഹമ്മദ് സെബിൽ വന്നിട്ടുണ്ടോന്ന്. നമ്മൾ 2 പേരും പോയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 2 പേരും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ആർക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് എടുത്ത് നമ്പർ എടുത്ത് വിളിച്ച് ചോദിച്ചു നോക്കാം. കൊക്കോരി ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഇത് പുറത്ത് വരണമെന്ന് പുറത്ത് വരുമെന്നോ ഇത് പറയണമെന്നോ വിചാരിച്ച കാര്യമില്ല. ബട്ട് ഐ ഹാഡ് നോ ഓപ്ഷൻ. അതുകൊണ്ടാണ്. പിന്നെ അസ്മിനയുടെ സംഭവം January 6th കഴിഞ്ഞിട്ട് January 8th എന്താണ് അസ്മിനയുടെ സംഭവം ഞാൻ ഇനി പറയാം. അസ്മിനയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു. കേസിൻ്റെ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. കേസ് നടക്കുന്നത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന റൂമിൽ റെന്റിന് പ്രശ്നം ഉണ്ടായിരുന്നു. റെന്റിന് പ്രശ്നം വന്നപ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം വന്നു. ഞാനും അസ്മിനയും തമ്മിൽ. ഓക്കെ, ഞാനും അസ്മിനയും ഹണിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം വന്നപ്പോഴത്തേക്കും ഞാനും അസ്മിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടായിക്കൊണ്ടിരിക്കുക. അപ്പം ഇവൾ എന്നെ എന്തോ പറഞ്ഞ ഇതിലാണ് ലല്ലു പോയിട്ട് അവളെ തല്ലുന്നത്. എന്നെ എന്തോ പറഞ്ഞു, ഇങ്ങനെ പോയി തല്ലിന്നാണ് എന്നെ കൺവിൻസ് ചെയ്തത്. ഞാൻ കണ്ടു ലല്ലു അവളെ തല്ലുന്നത് ഞാൻ കണ്ടു. ഓക്കെ, ലല്ലു അവളെ തല്ലിയിട്ട് ഫസ്റ്റ് മോത്തിൻ്റെ അടിച്ചു. അവളുടെ മോത്തിൻ്റെ അടിച്ചിട്ട് അവളെ നേരെ പിടിച്ച് റൂമിലോട്ട് കയറ്റി ലോക്ക് ചെയ്തു. ഞാൻ അപ്പോൾ പുറത്തുനിന്ന് തട്ടുന്നുണ്ട്, ലല്ലു ഒന്നും ചെയ്യരുത്, കേസാവും, നിനക്ക് അറിയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇവൻ്റെ ഒറ്റ പൊതിക്ക് പൊട്ടൻ എന്തെങ്കിലും ചെയ്ത് കൂട്ടിയാൽ ഞാൻ ഡോറിൽ തട്ടിയിട്ട് ഇവനൊരു മേ ബി ഒരു 40 seconds ആയിരിക്കും, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല, ഒരു 40 second കഴിഞ്ഞ് ഇവൻ ഡോറ് തുറന്ന് വന്നു. ആൻഡ് അവൾ ഒരുമാതിരി ഇരുന്ന് കരച്ചിലായിരുന്നു. ബട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. ഐ വാസ് ലൈക്ക് നമ്പ്. ഓക്കെ,
എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു ഞാനിത് കേസാക്കും ഫസി, നീ നോക്കിയോ, ഞാൻ ഇവനെ ജീവിക്കാൻ അനുവദിക്കത്തില്ല, ഇവൻ ചെയ്ത് കൂട്ടി, ഇവൻ അത്ര എന്നെ ചെയ്തെന്ന് പറഞ്ഞ് മേത്ത പാട് എനിക്ക് കാണിച്ചു തന്നു. അപ്പോഴും ഐ സ്റ്റുഡ് ബൈ ഹിം. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വരെ ഇട്ടിട്ട് ഞാൻ ഈ നാറി ഈ കൂടെ ഞാൻ നിന്ന് കൊടുത്തു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിനുള്ള കർമ്മയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ. അതിനുള്ള എനിക്ക് കിട്ടിയത് ബിക്കോസ് അത്രയും വീഡിയോസ് എനിക്ക് തോന്നുന്നു സാത്താൻ ഇട്ടു, സീക്രട്ട് ഏജന്റ് ഇട്ടു, ഹെലൻ ഇട്ടു, എല്ലാവരും ഇങ്ങനെ വീഡിയോസ് ഇട്ടപ്പോഴും ഞാൻ ഇവൻ്റെ കൂടെ ഇവനെ സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരാളാണ്. എൻ്റെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവനെ അത്രയും സപ്പോർട്ട് ചെയ്ത് ഞാൻ കൂടെ നിന്നു. ഐ ഷുഡൻ ഹാവ് ഡൺ ദാറ്റ്. ഞാൻ എന്നിട്ട് ഇവന് തല്ലിന്ന് അറിഞ്ഞിട്ടും ഇവൻ എന്നെ കൺവിൻസ് ചെയ്തു. നിന്നെ പറഞ്ഞുകൊണ്ട് എനിക്ക് കൊണ്ടിട്ട് ഞാൻ തല്ലിയാന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കേസിന് പോകുന്നത്. കേസിന് പോയി ഐ വാസ് പ്രഗ്നന്റ് ആ ടൈം. ഓക്കെ, കേസ് ആവുന്നത് ജാനുവരി 8-ാം തീയതിയാണ്. അതും കേസ് ആയത് എങ്ങനെയാന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് സ്റ്റേഷനിൽ ജസ്റ്റ് വന്നാൽ മതി മൊഴി എടുക്കാനാന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷെ അവിടെ പോയപ്പോഴത്തേക്ക് ഓൾറെഡി FIR ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ അറസ്റ്റ് എന്ന് വെച്ചാൽ ലോക്കപ്പിൽ അവൻ കിടന്നു. ഒരു ദിവസം അവൻ ലോക്കപ്പിൽ കിടന്നു. 7-ാം തീയതി അവൻ ലോക്കപ്പിൽ എന്തോ കിടന്നു. ഓക്കെ, കറക്റ്റ് ഡേറ്റ് എനിക്കറിയത്തില്ല. ലോക്കപ്പിൽ കിടന്നിട്ട് ഞാൻ അന്ന് രാത്രി സ്റ്റേഷനിൽ തൃക്കാക്കര സ്റ്റേഷനിൽ ഇവന് ഫുഡ് കൊടുക്കാൻ പോയപ്പോഴത്തേക്കും ലോക്കപ്പിന്റെ അവിടെ ജസ്റ്റ് വെക്കാൻ പോയപ്പോഴത്തേക്കും ഇവൻ എന്നെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അസ്മിനെ വിളിച്ച് കേസ് എങ്ങനെയല്ലോ ഒന്ന് പിൻവലിക്കാൻ പറഞ്ഞു, നീ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യമെങ്കിലും അവളോട് പറ, കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ കേസ് പിൻവലിക്കുന്നത്. ആൻഡ് ഐ ഡിഡ് ആസ് ഹി ടോൾഡ്. ഞാൻ അവളെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. ആ വോയിസ് ആണ് നിങ്ങളൊക്കെ ലീക്കായെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന വോയിസ്. ഓക്കെ, സോ ഈ വോയിസ് ഇവൻ പറയുന്നുണ്ടല്ലോ ഞാൻ വീഡിയോ ചെയ്തത്, ഞാൻ ഒരിക്കലും ഈ കാര്യം പുറത്ത് വരണം എന്ന് ആഗ്രഹിച്ച കാര്യമല്ല. ഇപ്പൊ പോലും ഇത്രയും വീഡിയോസ് ഇട്ടിട്ട് ഞാൻ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എവിടെയും. സോ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഞാനിത് ലീക്ക് ആക്കണം എന്ന് വിചാരിച്ചല്ല, ഞാനിത് പറയണമെന്നോ വിചാരിച്ച ടോപ്പിക് അല്ല. പക്ഷെ ഇവൻ ഇന്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അസ്മിനയുടെ കേസിലും ഞാൻ അസ്മിനെ വിളിച്ച് സംസാരിച്ച കാര്യം പുറത്ത് അസ്മിനയുടെ സൈഡിൽ നിന്ന് എന്നോടുള്ള ദേഷ്യത്തിന് ലീക്കായ കാര്യമാണ്. അല്ലാണ്ട് ഞാൻ ഒരിക്കലും പ്രഗ്നൻസി ടൈം ലീക്കാക്കാൻ വെച്ചതല്ല. അപ്പോൾ കുറേ പേര് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഹെലനൊക്കെ ഇവള് കേസ് ഇതാക്കാൻ വേണ്ടി ഇവള് പ്രഗ്നൻസി വരെ ഫേക്ക് ചെയ്തു അവന് വേണ്ടിയിട്ട്, ഇവക്ക് നാണോ ഇല്ലെന്നൊക്കെ. ഐ വാസ് റിയലി പ്രഗ്നന്റ്. എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇവനോട് ഇത് പറയുകയും ചെയ്തു. എടാ നമുക്ക് സത്യം പറയാം, പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറയാന്ന് പറഞ്ഞപ്പോൾ ഇവനാണ് പറഞ്ഞത് അതിപ്പോൾ പറയണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യും, ഇപ്പം നീ പറഞ്ഞാൽ അത് ഇതിലും വലിയ പ്രശ്നമാവും, അത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരത് മറന്നോളും, ഫെയ്ഡ് ആയിക്കോളും, നീ ഒന്ന് മനസ്സിലാക്കുക, കുറച്ച് ബുദ്ധിയായിട്ട് ചിന്തിക്കുക, മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്ത് ആ ഹേറ്റ് മൊത്തം ഞാൻ എടുത്തു കൂട്ടി. എന്നിട്ട് ഞാൻ ഒരാളോടും നോട്ട് ഈവൻ എ സിംഗിൾ പേഴ്സൺ ഞാൻ പറയാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ട് പോലും, ലിറ്ററലി എൻ്റെ വാപ്പാനും എൻ്റെ ഉമ്മാനും ചോദിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞെന്താ അറിയോ, ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞിരുന്നത്. അത്രയും ഞാൻ ഇവന്റെ വാക്കിന് വില കൊടുത്ത് നിന്നൊരു ആളാണ്. ആൻഡ് ഐ ഗോട്ട് ദിസ്. ഇനി ഞാനിവിടെ വക്കീലിന് കൊടുത്ത പൈസ എന്നാൽ ഡേറ്റ് നിങ്ങൾ നോക്കിയോ. 8-ാം തീയതി ഞാൻ വക്കീലിനും ആദ്യം 30,000 കൊടുത്തു. ജാമ്യക്കാർക്ക് 2 ജാമ്യക്കാർ 6,000 വെച്ച് 12,000 രൂപ. മൊത്തം കേസിന് 42,000 രൂപ ഞാനാണ് പൈസ കൊടുത്തത്. ഇവന്റെ വീട്ടിൽ വിളിച്ചപ്പോൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. അവന്റെ ഒരു കേസിന് ഇൻവോൾവ് ആവത്തില്ലെന്ന് പറഞ്ഞില്ല, ഇൻവോൾവ് ആവത്തില്ല എന്ന് പറഞ്ഞു. ഞാനാണ് ഇവന്റെ കേസിന് പോയിട്ട് ഇവനെ പുറത്തോട്ട് ഇറക്കി. അതായത് ഇവൻ തല്ലിയ കേസിന് ഞാൻ പോയി ഇവനെ പുറത്തിറക്കി. ഓക്കെ, അതിന്റെ നന്ദി പോലും ഇല്ലാത്ത ഒരു വൃത്തിയായിട്ടൊരു വർഗത്തിന് ഞാൻ കെട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ വെറുപ്പിച്ച് എല്ലാം ചെയ്ത്. ഇപ്പൊ അവളായിട്ട് ഞാൻ ഓക്കെ, അവൾക്ക് മനസ്സിലായി എൻ്റെ സിറ്റുവേഷൻ, ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്ത്. ഞാൻ അവളായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഞാൻ അവളെ കാണുകയും ചെയ്തു, കൊച്ചി പോയപ്പോൾ അവളെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ആൻഡ് ഷി അണ്ടർസ്റ്റാൻഡ്സ്. സോ അത്രയും നല്ല ഫ്രണ്ട്സിനെ വരെ ഞാൻ ഇവന് വേണ്ടി വെറുപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരെ ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്. അതിനുള്ളതാണെന്ന് തോന്നുന്നു. ആൻഡ് യാ, കുറേ പേര് എക്സ്പെക്ട് ചെയ്യുന്നു, ഇപ്പോഴും കുറേ പേര് എക്സ്പെക്ട് ചെയ്യുന്നില്ല നീ എന്തിനാ അവനെ പറ്റി ഇനിയും സംസാരിക്കാൻ, അവനെ ജീവിക്കാൻ വിടണ്ടെന്ന്. ഇത്രയും പറഞ്ഞ് ഇത്രയും വൃത്തിയായിട്ട് വിളിച്ചു പോയി കൂവിയ ഒരാളെ നമുക്ക് ജീവിക്കാൻ വിടാൻ തോന്നുമോ? സ്വന്തം കൊച്ചിനെ പോലും അവൻ്റെ അല്ലാന്ന് പറയുന്ന ഒരു വൃത്തിയായിട്ട് അവനെ ജീവിക്കാൻ വിടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അത് പറ്റുമായിരിക്കും, പക്ഷെ എനിക്കത് തോന്നില്ല. എനിക്കെന്തായാലും ഈ നന്ദിയില്ലാത്ത വൃത്തിയായിട്ട മൈരനെ മൊത്തം എക്സ്പോസ് ചെയ്തിട്ടേ ഞാൻ നിർത്തത്തുള്ളൂ. ഇനി ഞാൻ ചാറ്റ്സ് കാണിച്ചുതരാം. ഡിസംബർ 7-ാം തീയതി ഞാൻ അയച്ച മെസ്സേജ് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടിൽ വെക്കാം. ആ കൂടെയുള്ള പെണ്ണില്ലേ ഇപ്പോൾ അവളോട് പറഞ്ഞ് നിങ്ങൾ വായിച്ചാൽ മതി. അതിൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്, പഠിച്ചോൻ കാണുന്നുണ്ട്, നീ എന്നെ പ്രഗ്നന്റ് ആക്കിയതും എന്നോട് ചെയ്തതെല്ലാം. 1 ഡേ ഓർത്ത് വെച്ചോ. ഡിസംബർ 7-ാം തീയതി ഞാൻ അയച്ച മെസ്സേജാണ്. ഓക്കെ, ഇവൻ തിരിച്ച് വന്നിട്ട് ഇവൻ വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം സച്ച് മാനിപ്പുലേഷൻ എനിക്ക് തോന്നി. പൈസയ്ക്ക് വേണ്ടി ഞാൻ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ച ബാഗ് കിട്ടാൻ വേണ്ടി, ഇതൊക്കെ കിട്ടാൻ വേണ്ടി എൻ്റെ അടുത്ത് തിരിച്ചു വന്നിട്ട് കാര്യം കഴിഞ്ഞ് പോയ പോലെ എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പ്രഗ്നന്റ് ആക്കിയ തൊട്ട് ഉള്ള എല്ലാ കാര്യത്തിലും നീ അനുഭവിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ യാ, അത് കഴിഞ്ഞ് അവൻ്റെ ആപ്പപ്പായുടെ മെസ്സേജ്, അവൻ്റെ ആപ്പപ്പാക്ക് ഞാൻ അയച്ച മെസ്സേജ് നിങ്ങൾ കണ്ടോ? വെഡ്നസ്ഡേ 29 ഒക്ടോബർ, നീ എന്തിനാ അബോർഷൻ ചെയ്ത്? ആ കൊച്ചുണ്ട്, ചിലപ്പോൾ ഒരു ബോധം വന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അവൻ ചെയ്യണമെന്ന് പറഞ്ഞു, വാപ്പ ആവാൻ വയ്യെന്ന്. പിന്നെ എന്തിനാ പരിപാടിക്ക് നിന്ന് ചെയ്യുമ്പോൾ അവനത് അറിയത്തില്ലയോ? അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ അവനോട് ഡിവോഴ്സ് ഒന്ന് ഇതാക്കാൻ പറ,
കുടുംബ കോടതി ഇതാക്കിയിട്ടുണ്ട്. അന്ന് തൊട്ടേ ഞാൻ ഡിവോഴ്സിന് ചോദിക്കുന്നതാണ് എൻ്റെ കുടുംബക്കാരോട് എല്ലാവരോടും. പക്ഷെ അവരൊന്നും അവരുടെ സൈഡിൽ നിന്ന് ഒരു ഇതും ഉണ്ടാവുന്നില്ല. സോ പ്രഗ്നൻസി അബോർഷൻ ചെയ്ത് എന്തിനാന്ന് അതിൻ്റെ ഞാൻ എഴുതിയിട്ടുണ്ട്. അവന് വാപ്പാവാൻ വയ്യെന്ന്. ഇവൻ ഇത്രയും എന്നെ കൺവിൻസ്, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നില്ലേ. ഇത്രയും ഇവൻ എന്നെ കൺവിൻസ് ചെയ്തിട്ട് അറ്റ് ദ എൻഡ് ഹി വാസ് ലൈക്ക് ഐ എം ജസ്റ്റ് 24, എനിക്ക് 24 വയസ്സുള്ളൂ, നമുക്കിനി ഇഷ്ടംപോലെ സമയമില്ലേ, കല്യാണം കഴിച്ച് ഇഷ്ടംപോലെ സമയമുണ്ട്, നമുക്ക് 1 year കുറച്ച് നല്ല നാള് നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് നമുക്കൊരു കൊച്ചിനെ കൊണ്ടുവന്നാൽ പോലെ. ഫസി തിങ്ക് അബൌട്ട് ഇറ്റ്. നീ ആലോചിച്ചാൽ മതി കേട്ടോ. നീ ശരിക്കും ആലോചിച്ച് നോക്ക്. നീ ഒരു റെഡി ആണോ? നീ ചെറുതല്ലേ. യു ആർ നോട്ട് ഈവൻ മെച്യൂർ ടു ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ്. അപ്പം നിനക്കൊരു കുട്ടീനെ നോക്കാൻ പറ്റുമോ? നീ ചിന്തിച്ചാൽ മതി. ഞാനൊന്നും പറയുന്നില്ല, ഐ എം ജസ്റ്റ് സേയിങ്. ബട്ട് രണ്ടാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഹീ പ്ലേഡ് ദിസ് ഡബിൾ ഗെയിം. എന്ന് വെച്ചാൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ മൈൻഡിൽ അത്രയും കൺഫ്യൂഷൻ കൊണ്ടുവരുത്തിച്ച് ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ എഗ്രി ചെയ്തു. ഐ വിൽ നെവർ സേ അവൻ്റെ സ്വന്തം ഡിസിഷൻ ആയിരുന്നു. രണ്ടുപേരുടെയും ഡിസിഷനായിരുന്നു. രണ്ടുപേരും എടുത്ത തീരുമാനമാണ്. വേണ്ട, നമുക്ക് കുറച്ചാൾ ജീവിച്ചിട്ട് നമുക്ക് ഇതാക്കിയാൽ മതി എന്ന് രണ്ടുപേരും എടുത്ത തീരുമാനമാണ് അബോർഷൻ. അല്ലാണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും എനിക്ക് വെറുപ്പുണ്ടെങ്കിൽ പോലും ഞാൻ അവനെ ഇരുന്ന് കുറ്റം പറയാൻ പറ്റില്ല. അവനായിട്ട് കളയിപ്പിച്ച് അവൻ എന്നെ ഫോഴ്സ്ഫുൾ ഇതാക്കിയതാ. രണ്ടുപേരും, ഞാൻ ഒറ്റയ്ക്കല്ല, അവനും പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ ഹോസ്പിറ്റലിലെ റെക്കോർഡ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, അത് നിങ്ങളൊന്ന് കേൾക്ക്. ഹലോ, ഇത് കൊക്കോരി ഹോസ്പിറ്റൽ അല്ലേ? അതെ. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ജാനുവരിയില് അബോർഷൻ ചെയ്യാൻ. പേരെന്താ? ഫസ്മിന. അസ്മിന. എന്തായിരുന്നു? അപ്പൊ എന്റെ സ്കാനിങ് റിപ്പോർട്ട് മിസ്സായി. അതിന്റെ എന്തെങ്കിലും അത് കിട്ടാൻ ഇതുണ്ടോ? അസ്മിന ഫുൾ നെയിം എങ്ങനെയാ? ഫസ്മിന, FAZMINA. ഫസ്മിന ഹുസൈൻ ആണോ? ജനുവരിയിലല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? അതെ. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യാം. സ്കാനിങ്ങിന് റിപ്പോർട്ട് ചോദിച്ചിട്ടില്ലായിരുന്നോ? അത് ഹസ്ബൻഡും വൈഫും കൂടെ വരണം കേട്ടോ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ. ഇനി ഹസ്ബൻഡ് ഡിവോഴ്സ്ഡാ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ഹലോ. നമസ്കാരം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങനെ മെഡിക്കൽ ഡാറ്റ ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ ഏതെങ്കിലും അതോറിറ്റിയുടെ ഇൻസ്ട്രക്ഷൻ വേണ്ടി വരും. കാരണം ടി കൊടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡ് എന്തെങ്കിലും നമുക്ക് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബുദ്ധിമുട്ടും. അല്ലാതെ എന്റെ സ്വന്തം റിപ്പോർട്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഹസ്ബൻഡായിട്ട് ഡിവോഴ്സ്ഡ് ആണ്. അല്ലല്ല, ഒരുമിച്ച് വന്നതല്ലേ? ഒരുമിച്ച് വന്നതാന്ന് പുള്ളി പറയുന്നില്ല. ഓക്കെ, ഞങ്ങൾ കോടതിയിൽ കേസ് എടുക്കുമ്പോൾ പുള്ളി പറഞ്ഞ പുള്ളിയുടെ അല്ല കൊച്ചെന്നാണ് പറയുന്നത്. പുള്ളി വന്നിട്ടില്ല ഹോസ്പിറ്റലിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഞങ്ങൾ ഒരുമിച്ച് സൈൻ ചെയ്തായിരുന്നു. അതെ, അത് പക്ഷെ അത് നമുക്ക് ഇവിടെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഹസ്ബൻഡ് ചോദിക്കും എന്റെ അടുത്ത്, എന്റെ പേപ്പർ എന്തിനാ ഇവിടെ ഇഷ്യൂ ചെയ്തത്. അല്ല, ഓൾറെഡി എനിക്ക് ഇവിടുന്ന് പേപ്പേഴ്സ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതന്നല്ലേ? അന്നായിരുന്നു. എന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നല്ലോ കൂടെ. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കൂടെ. എന്റെ ആ പേപ്പേഴ്സ് ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അതാ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ടാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ ഇൻസ്ട്രക്ഷൻ വേണം ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സ്കാനിങ് ഫയല് അവർ തരത്തില്ല. അതിൽ കോള് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. സ്കാനിങ് ഫയൽ അവർ വെറുതെ തരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസിൻ്റെ ഇതോ അല്ലെങ്കിൽ കോർട്ടിൽ എന്തെങ്കിലും ഇത് കിട്ടിയാൽ മാത്രമേ അവർ തരത്തുള്ളൂ. അവർ തന്ന ഫസ്റ്റത്തെ സ്കാനിങ് ഫയൽ ഞാൻ ഓൾറെഡി കോർട്ടിൽ സബ്മിറ്റ് ചെയ്തായിരുന്നു. അസ്മിനയുടെ കേസ് അടക്കുമ്പോൾ കോർട്ടിൽ സബ്മിറ്റ് ചെയ്ത് അത് വെച്ചിട്ടാണ് നമുക്ക് ജാമ്യം കിട്ടിയത്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ജാമ്യം കിട്ടിയത്. ഓക്കെ, അല്ലാണ്ട് ഈ നാറിക്കൊന്നും ജാമ്യം കിട്ടത്തില്ലായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ ജാമ്യം കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അത് ഞാൻ അത്രയും പൈസ മുടക്കും. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ 30,000 രൂപ കൊടുത്ത് 1 day ഇതിൽ ജാമ്യം എടുത്തിട്ട് ഞാൻ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്രയും വൾണറബിൾ സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ജാമ്യം കിട്ടുന്നത്. അതിന് അവരുടെ സൈഡിൽ വക്കീലില്ലായിരുന്നു, ഗവൺമെൻറ് വക്കീലായിരുന്നു. അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ജാമ്യം കിട്ടിയത്. അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ലെങ്കിൽ ആ സ്കാനിങ് റിപ്പോർട്ട്സ് ഇവിടെ വെച്ചാൽ ഇനിയിപ്പോൾ ഡിവോഴ്സിൻ്റെ കാര്യം മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്കും കോർട്ടിൻ്റെ ഇതോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം കോർട്ടിൻ്റെ ഇത് വരുമായിരിക്കും ഈ പ്രഗ്നൻസിയുടെ കാര്യം കാണിക്കേണ്ടത്. അങ്ങനെ കാണിക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ആ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട്സ് കാണിച്ചു തരാം. 3 ആഴ്ചയായിട്ടുള്ളൂ. ജാനുവരി 1 3 ആഴ്ചയായിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് ഹിസ് കിഡ്. ഓക്കെ, ഐ സ്വെയർ ഓൺ മൈ ഡാഡ് ആൻഡ് മോം. കാരണം അതിന് മുന്നേ 5 മാസമായിട്ട് എനിക്ക് വേറെ റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിലെനിക്ക് എന്തെങ്കിലും കള്ളം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഉപ്പായും ഉമ്മായും മരിച്ചു നോക്കട്ടെ, അത് അവൻ്റെ കുട്ടിയാണെന്ന് എനിക്ക് അത്രയും ഉറപ്പാണ്. ഇത്രയും ഗതികെട്ട അവസ്ഥ ഒരാൾക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്വന്തം കുട്ടീനെ വരെ ഹസ്ബൻഡിൻ്റെ ആയിരുന്നെന്ന് ബോധിപ്പിക്കേണ്ട ഒരു ഇത്. ഇനി ഇതിൻ്റെ പേരിൽ എനിക്ക് സിമ്പതി തേങ്ങയൊന്നും വേണ്ട. ഇതിൻ്റെ പേരിൽ കുറേ ഇവന്മാർ വരും, യൂട്യൂബേഴ്സ്, ഏച്ചിപ്പട്ടി, ആദ്യം പറഞ്ഞ ഏച്ചിപ്പട്ടികളൊക്കെ വരും. ഇവള് സിമ്പതിക്ക് വേണ്ടി ഇതൊന്നും പറയുന്നത് എനിക്ക് വേണ്ട. ബൈ റഖ്ലോ അപ്നെ പാസ്, എനിക്ക് വേണ്ട. സോ നമ്മൾ ജാനുവരി വരെ റിലേഷൻ ആണെന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ ഒരുമിച്ചുള്ള റീൽസ് കാണിച്ചു തരാം.
കുറച്ച് മറന്നു പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. സോ നവംബർ ടു ജാനുവരി എടുത്തേക്കുന്ന റീൽസാണ്. ഈ റീൽസ് കണ്ടിട്ട് ഇവൻ പറയുന്നത് പെട്ടെന്ന് ഉള്ള റിലേഷൻ ആ സെറ്റപ്പാണ്, അല്ലെങ്കിൽ അവൻ്റെ റിലേഷൻ ആ ടൈമിൽ അല്ലായിരുന്നു, ജാനുവരിയിൽ പൊട്ടി മുളച്ച ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അത് കാണിക്കാൻ വേണ്ടി, പ്രൂവ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതാണ്. നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കണ്ടോളൂ. സോ ഇതൊക്കെ നമ്മൾ റിലേഷനിലായിരുന്നപ്പം എടുത്തേക്കുന്ന വീഡിയോസ് ആണ്. കണ്ട ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നവംബർ ടു ജാനുവരിയിൽ നടന്ന വീഡിയോസാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി ബാക്കി ഇതിലോട്ട് കിടക്കാം. ഇവിടെ ഉമ്മ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കാലിക്കറ്റ് ഹോസ്പിറ്റലിൽ അബോർഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പോൾ ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇതിന് കൂട്ടുകത്തില്ല, ഞാൻ ഇതിന് സൈൻ ചെയ്യാനോ ഒന്നിനും ഞാൻ നിൽക്കത്തില്ല, ഞാൻ വേണമെങ്കിൽ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അത് അവളെ കൂടെ പോയി. എന്തൊക്കെയാണ് കുട്ട പറയുന്നത്? എൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞത്. എൻ്റെ ഉമ്മ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത കാര്യം എൻ്റെ ഉമ്മ എങ്ങനെയാ പറയുന്നത്? സീരിയസ്ലി എൻ്റെ ഉമ്മയുടെ പെടലിൽ കിട്ടു. സീരിയസ്ലി നീ ഇത്രയും ചീപ്പാണോ? ഒന്നാമതേ നിന്റെ കുട്ടിയല്ലെന്ന് നീ പറഞ്ഞു, നീ ഒരു തായോലെന്ന് നീ തെളിയിച്ചു. അതിനോട് നീ എൻ്റെ ഉമ്മയുടെ തലയ്ക്കും കൂടെ. സീരിയസ്ലി എൻ്റെ ഉമ്മ അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ ഒരു ചാറ്റ് കൂടെ കാണിച്ചു തരാം. എൻ്റെ ഇത്ത എനിക്ക് മെസ്സേജ് അയക്കുന്നത് അവൻ്റെ ഇൻ്റർവ്യൂ ഇറങ്ങിയ ശേഷം. ഓക്കെ, മമ്മി ആ നാറിയുടെ ഇൻ്റർവ്യൂ കണ്ട് കരച്ചിലായിരുന്നു. അവന് ഒടുങ്ങി പോകത്തേ ഉള്ളൂ. എന്തിന്? സംതിങ് അബൌട്ട് ഹിം മെൻഷനിങ് ഹെർ നെയിം ഫോർ അബോർഷൻ. അപ്പോൾ ഐ ടോൾഡ് ഹർ ഷീ നെവർ ഡിഡ് ഇറ്റ് ഡി ഐ നോ ദാറ്റ്. പിന്നെ അവിടെ തെറി, അവനെ സ്വാഭാവികമായിട്ട് തെറി വിളിക്കുമല്ലോ. സോ എൻ്റെ ഉമ്മ ഇവൻ്റെ ഇൻ്റർവ്യൂവിൽ എൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മ ഈ അടുത്ത് വരെ കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ എനിക്ക് മുടിഞ്ഞു പോകണമെന്നേ ഉള്ളൂ. കാരണം എൻ്റെ വീട്ടുകാർ ഇപ്പോഴും ഈ പട്ടിത്തീടത്തിൻ്റെ കാരണം വിഷമിക്കുകയാണ്. എനിക്ക് തെറി വിളിക്കണം എന്നുണ്ട്, പക്ഷെ ഞാൻ വിളിക്കുന്നില്ല. സോ ഇത്രയും ചെയ്ത ഒരുത്തനെ വെറുതെ വിടാൻ നിങ്ങൾ പറഞ്ഞാലും ഞാൻ ഇനി വിടത്തില്ല, ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല. സച്ച് എ ലയർ. പിന്നെ ഇവൻ പറയുന്നുണ്ട് ഇവൻ ഒപ്പിട്ടിട്ടില്ലെന്ന്. പിന്നെ ഇവൻ ഒപ്പിടാണ്ട് രണ്ടാളുടെ മ്യൂച്വൽ കൺസെന്റ് ഇല്ലാണ്ട് അബോർഷൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാളുടെയും മ്യൂച്വൽ ഒപ്പ് അവിടെ ഇപ്പോഴും സർട്ടിഫിക്കറ്റ് അവിടെ ഇരിപ്പുണ്ട്. രണ്ടാളുടെയും ഒപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രക്രിയ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇനി ബാക്കി കേൾക്കാം. വീണ്ടും പ്രശ്നം ഉണ്ടായിട്ട് പോലീസിനെ വിളിച്ചെടുത്തി. കാലിക്കറ്റ് ലോഡ്ജിലോട്ട് പോലീസിനെ വിളിച്ചെടുത്തി. ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസിനെ വിളിച്ചെടുത്ത് ഇവനെ മർദ്ദിക്കേണ്ടതുണ്ട്. ലാസ്റ്റ് പോലീസിൽ വന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു കേസില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പോലീസുകാർ ചുമ്മാ കേസില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംഭവം, അങ്ങനെയാണ് നടന്നത്. ഐ വാസ് പ്രഗ്നന്റ്. ഫസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്നു, കോഴിക്കോട് തന്നെ നിന്നു. അതിൻ്റെ ഇടയിൽ ഇവൻ എന്താ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ, ഇവൻ അവിടെ കോഴിക്കോടുള്ള ഒരു പെണ്ണിനെ മെസ്സേജ് അയച്ചു ടിൻഡറിൽ. അത് കഴിഞ്ഞിട്ട് അവൾക്ക് മെസ്സേജ് ഇട്ട് കാലിക്കറ്റ് എന്തോ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഷി വാസ് ഇൻ കാലിക്കറ്റ്, ഹെർ നെയിം ഇസ് അശ്വതി. അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ റിലേഷൻ ആണല്ലോ, മാരീഡ് ഒന്നുമല്ല, അധികം ആൾക്കാർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഷി വാസ് ലൈക്ക് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ചാറ്റ് പൊക്കിയപ്പോഴത്തേക്ക് ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, നീ എന്തിനാണ് എൻ്റെ ഫോൺ എടുക്കുന്നു മറിച്ചത് എന്ന് വേണ്ട എന്നെ തല്ലി എന്ന് പറയുമ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടാണ് എന്നെ തല്ലിയത്, അല്ലാണ്ടൊന്നുമല്ല തല്ലിയത്. അപ്പം ആ തല്ല് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എനിക്കിവനെ എന്താ വെച്ചാൽ റിലേഷനായിട്ട് പറ്റിക്കുന്നതാണെങ്കിൽ പോലും ഇവൻ ആ ചാറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവൻ എന്നെ സമാധാനിപ്പിക്കുന്ന രീതി നിങ്ങൾ മനസ്സിലാവും. ഇറ്റ്സ് ജസ്റ്റ് ചാറ്റ്. നീ എന്തിനാ എൻ്റെ ഫോൺ നോക്കിയേ? ഞാനൊരു കോഫി കുടിക്കാനല്ലേ വിളിച്ചോളൂ, അല്ലാണ്ട് ഞാൻ അവളെ സെക്സ് ചെയ്യാനോ അല്ലെങ്കിൽ അവളോട് എനിക്ക് എന്തെങ്കിലും മൂഡാവുന്നൊന്നും പറഞ്ഞല്ലോ. കോഫി കുടിക്കാൻ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കോഫി കുടിക്കാൻ വിളിച്ചതിന് ചാറ്റ് എന്തിനാ അപ്പോൾ ക്ലിയർ ചെയ്യുന്നേ? അതിൽ തന്നെ നിന്റെ കള്ളത്തരം ഉണ്ടല്ലോ. അപ്പോൾ ഈസ് ലൈക്ക് ഞാൻ എല്ലാവരുടെ ചാറ്റും ക്ലിയർ. ഇങ്ങനെ ഒരു മുടന്ത് ന്യായം. ഇത് ഇങ്ങനെ സംസാരിച്ച് ലാസ്റ്റ് ഇവൻ എന്നെ തല്ലിയപ്പോഴാണ് ഞാൻ പോലീസ് കൺട്രോൾ റൂമിലുള്ള പോലീസിനെ വിളിച്ചത്. ബിക്കോസ് എനിക്ക് കോഴിക്കോട് ആ ടൈമിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, എനിക്ക് ആരും അറിയത്തില്ല. ഞാൻ കൺട്രോൾ റൂമിലുള്ള പോലീസിനെ വിളിച്ചിട്ട് ഇവൻ തല്ലി കൊല്ലും എനിക്ക് അറിയത്തില്ലല്ലോ ഇവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഇവൻ്റെ സ്വഭാവം ഷമ്മിയുടെ സ്വഭാവമല്ലേ. ഇവൻ ഇടയ്ക്ക് പോയിരുന്ന് കരയും, ഇടയ്ക്ക് വന്നിരുന്ന് തല്ലിയിട്ട് പിന്നെയും ഇതാക്കും. സോ
തല്ലിയപ്പോഴത്തേക്കും ഞാൻ പോലീസിനെ വിളിച്ചു. കൺട്രോൾ റൂമിലുള്ള പോലീസ് ലോഡ്ജിലോട്ട് കയറി വന്നപ്പോഴത്തേക്കും ഇവന്റെ സ്വഭാവം കൊണ്ട് മാറി. ഇവൻ നേരെ എൻ്റെ കാല് പിടിച്ചിട്ട് ഫസി പ്ലീസ് ഫസി നീ വെറുതെ ആവശ്യമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് പറ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, നീ വീട്ടുകാരെ മിസ് ചെയ്തിട്ട് കരഞ്ഞാൽ നീ അങ്ങനത്തെ ഇതിൽ പോലീസിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇവൻ എന്നെ കൺവിൻസ് ചെയ്യും. വീട്ടുകാരെ മിസ് ചെയ്തിട്ട് പറയുന്നു. സീരിയസ്ലി അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനത്തെ ഐഡിയാസൊക്കെ ഞാൻ ഇനി ഒരിക്കലും തല്ലത്തില്ല, ഞാൻ വെറുതെ ചെയ്ത് അറിയാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കൈ ഇതിൽ പറ്റിപ്പോയതാ, അതാണ് എൻ്റെ ഉമ്മാണ് സത്യം, ഇനി ഞാൻ ഒരിക്കലും തല്ലൂല എന്ന് പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്ത് പോലീസ് വന്ന്, വനിതാ പോലീസ് വന്ന് പേപ്പറായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഓക്കെ, അവരെന്നെ അടിച്ച പാട് കണ്ടു. മോള് പറഞ്ഞോ, ടെൻഷൻ ആവണ്ട, മോള് പറഞ്ഞോ, മോളെ ഇനി അവനൊന്നും ചെയ്യത്തില്ല, ഞങ്ങളുടെ കൂടെ നീ സുരക്ഷിതയാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അവൻ്റെ സൈഡ് തന്നു. ഐ ടോൾഡ് എന്നെ തല്ലിയിട്ടില്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങനെയാണ് ഞാൻ ഇതിന് ഉത്തരം തരുന്നത്, എനിക്ക് തല്ലിയിട്ടില്ല. കണ്ണിന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. എന്നിട്ട് പോലും അവർക്ക് എന്നിട്ട് മനസ്സിലായി. അവരെന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു തല്ലിയിട്ടില്ല, എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഈ ഡിസിഷൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാണ്ടിരിക്കട്ടെ എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. സോ അങ്ങനെയാണ് കേസ് പിൻവലിച്ചത്. ഓക്കെ, ഇനി ഇത് അവളുടെ ചാറ്റാട്ടോ, അവളുടെ പേര് ഞാൻ കാണിക്കുന്നില്ല. അവൾ എനിക്ക് അയച്ച മെസ്സേജാണ്, നിന്റെ ചെക്കൻ എന്ത് പറയുന്നു, ഓക്കെ അല്ലേ ഇപ്പം എന്ന് വെച്ചാൽ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തമ്മിൽ സംസാരിച്ചായിരുന്നു. അപ്പോൾ അവൾ എന്നോട്, ഞാൻ അവളോടെല്ലാം പറഞ്ഞിരുന്നു. ആ ടൈമിൽ അവളോട് പറഞ്ഞിരുന്നു, ബ്രോ ഞാൻ പ്രഗ്നൻ്റ് ആണ്, എന്നിട്ടാണ് ഇവനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവൾ എന്നെ സമാധാനിച്ചു. അറിയത്തില്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു നിങ്ങൾ റിലേഷൻ ആണെന്നൊന്നും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടോക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു, എടാ എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും ഇല്ലാത്ത, വാട്ട് ഹാപ്പൻഡ് അഗെയിൻ? അങ്ങനെ ഞാൻ ഡിവോഴ്സ് ഹീ ചീറ്റഡ് എ ലോട്ട്. അവൻ എന്ത് ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് കണ്ടില്ല, അവൻ്റെ ചാറ്റൊക്കെ ലീക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് കാലിക്കട്ട് ഇൻസിഡന്റ്. പോലീസിനെ വിളിച്ചെന്ന് ഇവൻ പറയുന്ന ഇൻസിഡന്റ്, ഇവനായിട്ട് വിളിച്ചു വരുത്തിയ ഇൻസിഡന്റ് ആണത്. നമ്മളിവിടെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് ഇവളെന്നെ പേയ്മെന്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൊടുത്ത് അബോഷനാക്കി. എനിക്ക് അബോഷൻ എന്റെ കുട്ടിയാണെങ്കിൽ എനിക്ക് കളയാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അവളെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവൾക്ക് ഒരേ നിർബന്ധമായിരുന്നു കളയണമെന്ന്. ബീച്ച് മേ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ എൻ്റെ ഉമ്മാനെ ഡ്രാഗ് ചെയ്യുന്നടാ മയില്? എങ്ങനെയാണ് തെറി വിളിക്കണേ? എന്തിനാണ് നായിക്കാട്ടം എൻ്റെ ഉമ്മാടെ പേര് ഇടയ്ക്കിടയ്ക്ക് നീ എടുത്തിടുന്നത്? നിനക്ക് ഒന്നിനും അറിയത്തില്ല, നിനക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ല, നിനക്ക് പൈസ തരാൻ അറിയത്തില്ല, മറ്ററിയത്തില്ല, സൈനിടാൻ അറിയത്തില്ല, നിനക്ക് എഴുതാൻ അറിയത്തില്ല, നിനക്ക് കൊച്ചിനെ ഉണ്ടാക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതേ ഞാൻ കണ്ടു. ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ കൂടി പോയിപ്പോ ഇപ്പം ഞാൻ സംസാരിച്ചാൽ കൂടി പോവും. ഒന്നും പറയാം, ഈ കർണാലിയൊക്കെ പറയുന്ന കേട്ടിട്ട് എനിക്കൊന്നും പറയാനില്ല. പേയ്മെന്റ് ഞാൻ കൊടുത്താൽ കുട്ടി വേറെ ആളുടെ ആവോ? പേയ്മെന്റ് നിന്റെ കൊടുക്കാൻ നിന്റെ പൈസ ഉണ്ടോ? നിന്റെ നീ എന്തോ മലമറിച്ച് ഗൾഫിൽ നിന്ന് വന്നാന്നല്ലേ പറഞ്ഞു. നിന്റെ പൈസ ഉണ്ടായിരുന്നു, 10 പൈസ എടുക്കാനുണ്ടായിരുന്നു. ഒരു പാക്കറ്റ് ഒരു സിഗരറ്റ് വാങ്ങാൻ എൻ്റെ അടുത്തൊന്നും പൈസ ചോദിച്ചുകൊണ്ടിരുന്ന ആളല്ലേ. 18 രൂപ എടുക്കാൻ പൈസ ഇല്ലാത്ത ഈ തെണ്ടി പിന്നെ എങ്ങനെ ഇതിൻ്റെയൊക്കെ പൈസ കൊടുക്കാനാ? എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്തു. അല്ലെങ്കിൽ നീ അതും ചെയ്തില്ല, നീ അവിടെ ഊമ്പി ഇരിക്കത്തേ ഉള്ളൂ. മനസ്സിലായോ? അല്ലാതെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ സമാധാനത്തിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ വേദനയും കൂടെ അനുഭവിക്കേണ്ടി വന്നേനെ. കൊച്ചിനെ വെച്ചിട്ട് ഞാനിപ്പോൾ അതിന്റെ വേദനയും കൂടെ അനുഭവിക്കേണ്ടി വന്നേനെ. അപ്പൊ തന്നെ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചായിരുന്നു എന്റെ ഫോണില് അതിനെ കുറിച്ചിട്ട്. പിന്നെ അവളെന്നെ മൊത്തത്തിൽ ഡിലീറ്റ് ആക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ കല്യാണം കഴിക്കാം. എന്ത് വീഡിയോ എടുത്ത്? ഹായ് ഗൈസ്, ഇത് ഫസ്മിനയുടെ ഇതിലിരിക്കുന്ന എൻ്റെ കുട്ടിയാണെന്ന് തോന്നില്ല. ഫസ്മിന പ്രഗ്നൻ്റ് ആണ്, ബട്ട് എൻ്റെ കുട്ടിയല്ല. സോ അങ്ങനെയാണ് ഗൈസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇങ്ങനെയാണോ? അങ്ങനെ വീഡിയോ എടുത്തോ? കാരണം ആ ടൈമിൽ യൂട്യൂബ് പോലും ഇല്ല. പിന്നെ എന്ത് വീഡിയോ ആണ് എടുത്തത്? ഞാൻ എന്ത് വീഡിയോ ആണ് ഡിലീറ്റ് ചെയ്തത്? ഫോൺ കൈകൊണ്ട് തൊടാൻ സമ്മതിക്കാത്ത ആളാണ് ഫോണിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്നത്. ഇവൻ്റെ ഫോണിലൊരു ഹൈഡിലൊരു ആപ്പ് തന്നെ ഉണ്ട്. ഇവൻ്റെ എല്ലാ കുത്സിതപരമായിട്ടുള്ള കാര്യങ്ങളും ഇവൻ സേവ് ചെയ്ത്, പല പെമ്പിള്ളേരുടെ പലതും സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നീ അത് പറയരുത്, ഞാൻ നിന്റെ ഫോൺ എടുത്ത് വീഡിയോസ് ഡിലീറ്റ് ചെയ്തെന്നൊക്കെ. നോബഡി ക്യാൻ ഡു ദാറ്റ്. പോലീസിന് പോലും നിന്റെ ഫോൺ എടുത്തിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നീ എൻ്റെ തലയിലോട്ട് ഇടല്ലേ, ദയവ് ചെയ്ത് പ്ലീസ് കുട്ടാ. ഇങ്ങനെ പച്ച കള്ളം വിളിച്ച് പോകരുത്. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫ്? കല്യാണം കഴിഞ്ഞ് ഓക്കെ നല്ലപോലെ പോണി, നല്ലപോലെ പോയിക്കോട്ടെ. ഞാൻ പിന്നെ കല്യാണം നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് അവരുടെ കൂടെ രണ്ട് പാർട്ണറല്ലേ എന്ന് വിചാരിച്ച് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കണേ. നീ അത് പറയല്ലേ, നിക്കാഹ് കഴിഞ്ഞ അടിപൊളിയെന്ന് പറയല്ലേ. നിക്കാഹ് കഴിഞ്ഞിട്ട് അടിപൊളി എന്നുള്ള വേർഡൊന്നും യൂസ് ചെയ്യല്ലേ. നീ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? ഈ പലയിടത്തും പറയുന്നുണ്ട് നീ ലോക്കായിട്ട് കെട്ടി, നിന്നെ മറ്റേ കാലിൽ മുറുക്കി പിടിച്ച്, നിന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് നിന്നെ ലോക്കാക്കി. വാട്ട് ഡു യു മീൻ ബൈ ലോക്ക്? എന്താണ് ലോക്ക്? ഓക്കെ, ലോക്ക് ആക്കണമെങ്കിൽ ഞാൻ ഒരിക്കലും അബോർഷൻ ചെയ്യത്തില്ലെന്നു. ഓക്കെ, ഈ വീഡിയോ കാണുന്ന ബുദ്ധിയുള്ളവർ മനസ്സിലാക്കി മതി. ലോക്ക് ആക്കണമെങ്കിൽ ഞാൻ അബോർഷൻ ചെയ്യാണ്ട് ഞാൻ ആ കൊച്ചിനെ വെച്ചോണ്ട് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേനെ.
ഞാൻ ജാനുവരിയിൽ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു, ജാനുവരി തന്നെ അബോർഷൻ ചെയ്ത്, ഫെബ്രുവരിയിലായിരുന്നു നിക്കാഹ്. പിന്നെ എന്തിനു നീ എന്നെ നിക്കാഹ് കഴിച്ചു? നിന്റെ തലയിൽ ഒരു ഭാരം ഇല്ലായിരുന്നു, നിന്റെ തലയിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റു തന്നിട്ടില്ല. ഐ ഡിഡ് വാട്ട് യു ടോൾഡ് മീ. നീ അബോർഷൻ ചെയ്യാൻ പറഞ്ഞ് ഞാൻ അത് ചെയ്ത് തന്നിട്ട് വാട്ട് വാസ് യുവർ മോട്ടീവ്? എനിക്ക് മനസ്സിലാവുന്നത്. നിന്നെ എങ്ങനെയാണ് ലോക്കാക്കിയത്? സാധാരണ ഒരു പെമ്പിള്ളേരെ ലോക്കാക്കണമെങ്കിൽ, സാധാരണ ഞാൻ ഈ സിനിമയിൽ കണ്ടിട്ടുള്ളത്, അവർ പ്രഗ്നൻസി വെച്ചിട്ട് അവർ എന്നാ ഇവനെ ഞാൻ കൊടുക്കുക, ഇവനെ എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഇത് തന്നെ വഴിയുള്ളൂ എന്ന് പറയുന്ന പെമ്പിള്ളേരെ ഞാൻ കണ്ടുള്ളൂ. ഐ ഡിഡ് ദാറ്റ് ഫോർ യു ആൻഡ് യു ഡു ദിസ് ഇൻ റിട്ടേൺ. അടിപൊളി. നിക്കാഹിന് അടിപൊളിയായിരുന്നു പോകുന്നതെന്നല്ലേ. ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം, ഇത് നിങ്ങൾ കണ്ടോളൂ. റൈറ്റ് ആഫ്റ്റർ നിക്കാഹ് മൈ എക്സ് ഹസ്ബൻഡ് വാസ് വെരി ആക്റ്റീവ് ഓൺ ടിൻഡർ. We matched and he texted me also. I actually wanted to know that he was fake or not when he texted. ചെയ്യുന്ന തെറ്റാണോ അറിയത്തില്ലായിരുന്നു, ബിക്കോസ് ഹി വാസ് മാരീഡ്. വല്ലാഹി ആഫ്റ്റർ അത് കഴിഞ്ഞ് റിമൂവ് ചെയ്തു. പ്ലീസ് ബി സ്ട്രോങ്. ഓക്കെ, ഇനി അടുത്ത കാണിച്ചു തരാം. ഇത് ആക്ച്വലി 5 months മുന്നേ ടിൻഡറിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ലല്ലുമായിട്ട് മാച്ച് ആയി. ഹി ടെക്സ്റ്റഡ് മീ, ഹലോ ഹായ്, എന്താ ചെയ്യുക, പഠിക്കുകയൊക്കെ ആണോ, നോർമലായിട്ട്. പിന്നെ കാഷ്വൽ ഡേറ്റിന് താല്പര്യം എന്നൊക്കെ ചോദിച്ചു. മാച്ചായി 2 days എന്തോ കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങൾ ഒന്നിച്ചുള്ള റീൽ കാണുന്നത് നിക്കാഹിൻ്റെ. അപ്പോൾ ആ ടെക്സ്റ്റ് ടൈം ഞാൻ ചോദിച്ചു തൻ്റെ മാരേജ് കഴിഞ്ഞതല്ലേന്ന്. പിന്നെ ലല്ലു തന്നെ അൺമാച്ച് ഓർ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. ഐ ഡിഡ് നോ ആ ടൈം നിങ്ങൾ മാരീഡ് ആണെന്ന്. ആ റീൽ കണ്ടപ്പോൾ തന്നെ ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചതാണ്. സോ ഡോണ്ട് ടെൽ നിക്കാഹ് കഴിഞ്ഞിട്ട് യു ആർ അബ്സല്യൂട്ട്ലി റിയൽ, ബിക്കോസ് യു ആർ എ ഫക്കിംഗ് പെർവേർട്ട്, യു ആർ എ ചീറ്റ്. അത് ഞാൻ കാണിക്കണമെന്നല്ലേ. ഇത് പ്രഗ്നൻസിയുടെ മെയിൻ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഈ 2 സ്ക്രീൻഷോട്ടിൽ ഒതുക്കുന്നത്. ഇതിൻ്റെ സ്ലൈഡ് ഷോ തന്നെ ഞാൻ നിരത്തുന്നതായിരിക്കും. ഒരു മൂവി തന്നെ ഞാൻ ഇറക്കുന്നുണ്ട്, ഒരു 1 hour വാച്ച് ഷോ. ഞാൻ ഇങ്ങനെ ഇരുന്ന് സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കും ഇവൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ. അപ്പം മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. ഓക്കെ, എന്റെ വീട്ടിലോട്ട് വന്നു. അവിടെ 2 മാസത്തോളം എന്റെ വീട്ടിൽ, 2-3 മാസത്തോളം എന്റെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അവള് ഇതേമാതിരി രാത്രി 1 മണി 2 മണിക്കോളം ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് പോകണമെന്നിട്ട് വാശി പിടിച്ചിട്ട് അവിടെ വീട്ടിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കി. ഞാനേതോ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു പറഞ്ഞിട്ട് വെറുതെ ഫസ്റ്റ് ഉമ്മാൻ്റെ വെറുതെ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ഞാനെന്ത് പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ എൻ്റെ ഉപ്പാനോട് അങ്ങനെ പോയി പറഞ്ഞിട്ട് അത് പ്രശ്നം ഉണ്ടാക്കി. ഓള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ. അപ്പൊ രാത്രി 1 മണി 2 മണിക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി, അത് മലപ്പുറം ആ ഭാഗത്തു നിന്നൊരു കുട്ടി ഇറങ്ങി പോകുമ്പോ, അത് ഒറ്റയ്ക്ക് ഇറങ്ങി പോകുമ്പോ എന്ത് കാരണം ആരെങ്കിലും വീട്ടിൽ നിന്ന് വിടും. അപ്പൊ ഞാൻ എന്റെ ഉമ്മ പറഞ്ഞു, ഒന്നില്ലാന്നെ ഞാൻ കൊണ്ടാക്കി തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മനെ ഡയറക്റ്റ്ലി വന്നിട്ട് കൊണ്ടാക്കി തരാം. അനിയനും ഉണ്ട്, ഉമ്മയും അനിയനും കൂടി കൊണ്ടാക്കി തരാം, അല്ലാതെ ഒറ്റയ്ക്ക് എന്നെ വിടാൻ പറ്റത്തില്ല. എന്തെങ്കിലും സംഭവിച്ചു പോയി എന്റെ വീട്ടിലേക്കല്ല അതിന്റെ ഇത് വരിക. അപ്പൊ ഓളെ വീട്ടിൽ കോണ്ടാക്ട് ചെയ്ത് ഓളെ വീട്ടിലും പറഞ്ഞ നാളെ അവരെ ആക്കി തരും. പക്ഷെ ഓള് കേട്ടില്ല. ഓള് വിടാത്തോണ്ട് ഓളെ വീട്ടിൽ നിന്ന് ഓൾറെഡി പറഞ്ഞു വിടണ്ടാന്ന്. ഞങ്ങൾ ഒന്നില്ലാതെ നിങ്ങൾ ആക്കി തരാം, ഒറ്റയ്ക്ക് വിടണ്ട. പിന്നെ 1 ആഴ്ചയായിട്ട് ഓളോളോ വീട്ടില് നിക്കായി അതിനൊരാളാണ് പറയുന്നത് കേട്ടോ. 1 ആഴ്ചയായിട്ട് ഓളെ വീട്ടിലും ഇല്ല, എനിക്ക് എവിടെയാന്ന് അറിയത്തില്ല. അത് ഇങ്ങനെ 1 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇത് വേണ്ട, എനിക്ക് മനസ്സിലായി. കാരണം 1 ആഴ്ചയായിട്ട് ഇവിടെ ഓളെ വീട്ടിലുള്ള ഇവിടെ എവിടെയെന്ന് അറിയില്ല. ഞാൻ ഈ നിക്കായി കഴിച്ചൊരു കുട്ടി എവിടെയെന്ന് അറിയാതെ ഞാൻ എന്താ ആരെ കൂടെയാണെന്നും എനിക്ക് അറിയത്തില്ല. ഫോൺ ചെയ്തിട്ട് റെസ്പോണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ സ്റ്റേഷനിൽ എന്റെ വീട്ടിൽ പോയി പറഞ്ഞു പരാതി കൊടുക്കാൻ വേണ്ടിട്ട്, മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോയിട്ട് ഇവൾക്ക് വിളിച്ചു. ഇവിടെ എന്നോട് എനിക്ക് എന്നെ പോലത്തെ ഒരാളെ വേണ്ട, എനിക്കിങ്ങനെ വീട്ടിൽ ഒതുങ്ങി കൂടെ നിൽക്കാൻ പറ്റുന്ന ടൈപ്പ് ആളല്ല ഞാൻ. നമുക്ക് എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ആവാം. അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ ഫാമിലിനെ വിട്ടിട്ട് നിന്റെ കൂടെ എറണാകുളത്ത് വന്ന് നിൽക്കണം, നിന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോ ഇവള് എനിക്കെന്നാ വേണ്ട, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഞാൻ ഓക്കെ, ഞാൻ അവളെ വീട്ടിൽ വിളിച്ച കാര്യം പറഞ്ഞു. എനിക്ക് നല്ലപോലെ ഇവിടെ നിൽക്കാൻ പറ്റും, ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ നല്ലപോലെ നിന്റെ വീട്ടിൽ അമ്മക്ക് പോയി നിൽക്കണം, നീ അവിടെ നിൽക്കാം. ആദ്യം തൊട്ട് പറഞ്ഞോണ്ട് അയ്യോ എന്താ പറയാ. ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞു അല്ലേ. ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഒന്നും ഇല്ലായിരുന്നു. ഏത് ഫ്രണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്റെ ബർത്ത്ഡേ പാർട്ടി ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇവന്റെ ബർത്ത്ഡേ ആയിരുന്നു 22 മെയ്. 11 മെയ്. ഞാനിവിടെ ചാറ്റ് ഡേറ്റ് സഹിതം ഞാൻ കൊടുക്കാം. ഓക്കെ, ഇതിനെ തനുവിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചെടുത്താണ്, ബിക്കോസ് ഐ ക്ലിയർലി റിമെമ്പർ. അതുകൊണ്ട് 11th മെയ് ഞാൻ തനുവിന് മെസ്സേജ് അയച്ചു. തനു ഞാൻ ഇപ്പോഴാണ് ഡിസ്ചാർജ് ആയ ഹോസ്പിറ്റലിലാണ്, ഹോസ്പിറ്റലിലെ ഫോട്ടോ അയച്ചു. ഓക്കെ, മരുന്ന് കുറേ എടുത്ത് കഴിച്ചു. തനു നീ എവിടെ? കാലിക്കട്ട്. ഡിസ്ചാർജ് ആയി വീട്ടിൽ പോവാണ്. അതെന്താണ് 12th 17th എനിക്ക് ഡേറ്റ് ഇതിൽ ക്ലിയർ ആവുന്നില്ല, വെയിറ്റ് ചെയ്യേ. 12th മെയ്. ഓക്കെ, വീട്ടിൽ പോകാന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നു കേട്ടോ. 11th മെയ് ഇവൻ എന്നെ ചതിച്ചിട്ട്, ഇവൻ എന്നെ തല്ലി, ചൂടുവെള്ളം എൻ്റെ മേത്തൊഴിച്ച് എനിക്ക് ഭ്രാന്ത് പിടിച്ചു. എൻ്റെ മാനസിക നില തെറ്റിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് കുറേ മരുന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മരുന്ന് കുറേ ഞാൻ എടുത്ത് കഴിച്ചു.
ഞാൻ ഹോസ്പിറ്റലിലായി. അതാണ് ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തത്. ആൻഡ് ഷീ വാസ് ലൈക്ക്, ഞാൻ വന്ന് നിന്നെ വിളിക്കാം, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം, നീ അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി തന്നെ നിന്ന ആളാണ്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്കും ഇവന്റെ വീടിന്റെ അവിടെ, ഞാൻ ഇവന്റെ വീടിന്റെ അവിടുത്തെ ലൊക്കേഷനാണ് ഇവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവള് വീട് വരെ വന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിലാണ്, ഇവൻ എന്നെ വിടുന്നില്ല. ഓക്കെ, ഹി ഡിൻ ലീവ് മീ. എന്നെ എനിക്ക് ഡിസ്ചാർജ് അല്ലെങ്കിൽ പോലും ഡോക്ടറിനോട് പറഞ്ഞ് അവർക്ക് മനസ്സിലായി എന്നെ വീട്ടിലോട്ട് വിടുമെന്ന് എനിക്കറിയാം. എങ്കിരുന്നാൽ പോലും ഇവൻ എന്നെ അവിടെ ഇട്ട് ലോക്കാക്കി. നിനക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല, നിൽക്കാൻ കഴിഞ്ഞാണ്, നീ ഇവിടെ നിൽക്കണം, അതാക്കണം, നിന്റെ വീട്ടുകാരും ഒന്ന് പറയട്ടെ, നിനക്ക് തോന്നിയ പോലെ അങ്ങനെ കണ്ടിടത്തൊന്നും ഇറങ്ങി പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇതാക്കി അവള് നിലമ്പൂരിൽ നിന്ന് വളാഞ്ചേരി വരെ വന്നിട്ട് അവള് തിരിച്ചുപോയി. ഓക്കെ, ഫസ്റ്റ് 11th May, പിന്നെ 29th May. അടുത്ത ചാറ്റ് നിങ്ങൾ കണ്ടോളൂ. ഓക്കെ, ഡേറ്റ് ഉണ്ട് ഇതിനൊക്കെ. 29th May. പിന്നെ ഞാൻ ഇവർക്ക് ചാറ്റ് അയച്ചു കൊടുത്തു. ഇത് 29th May ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തേക്കുന്നതാണ്. 29th May ഞാൻ ഇത് അയച്ച് ഞാൻ ഇവന്റെ വേറെ ചാറ്റ് പിടിച്ചു. മൂഡാവുന്നുണ്ടോ, താല്പര്യമുണ്ടോ, മീറ്റ് ആക്കാം, അവൻ കോഴിക്കോട് ഉണ്ടെന്ന്. അവൻ എൻ്റെ കൂടെ മലപ്പുറത്ത് അവിടെ അവൻ്റെ വീട്ടിൽ നിൽക്കും. എന്നിട്ട് അവൻ പറയാം അവൻ കോഴിക്കോടാണ്, നീ അങ്ങനെ വാ ഇങ്ങനെ വാന്ന് പറഞ്ഞ് ആ ചാറ്റ് ഞാൻ പൊക്കി. ഞാൻ അതിലെ കുറച്ച് ഭാഗമാണ് ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തേക്കുന്നത്. ആൻഡ് ഇത് പൊക്കി കഴിഞ്ഞ് ഇവന്റെ സ്വഭാവം ഇങ്ങോട്ട് മാറി. ഇവൻ അടുക്കളയിൽ പോയി ചാടി അവിടെ ഇരുന്ന മോപ്പിന്റെ മറ്റേ കമ്പ് വെച്ചിട്ട് എൻ്റെ കാലിട്ടടിച്ച് ഞാൻ പോയി ഡോറ് ലോക്ക് ചെയ്തിരുന്നു. ബെഡ്റൂം ഡോറ് ലോക്ക് ചെയ്തിരുന്നു. ഇവൻ പോകുന്നവരെ ഞാൻ കാത്തിരുന്നു. ഇവൻ പോയി വണ്ടി എടുത്ത് സൗണ്ട് കേട്ട് തന്നെയാണ് ഞാൻ ഡോറ് തുറന്നു വരുന്നത്. ഡോറ് തുറന്നു വന്നു കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചു. അന്ന് ഞാൻ തീരുമാനിച്ചു 29th May, നിങ്ങൾ ഓർത്ത് വെച്ചോ, 29th May ഞാൻ തീരുമാനിച്ചു ഇനി ഇവിടെ നിന്ന് എനിക്ക് പറ്റത്തില്ല എന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ അന്നാണ് അത്രയും നാൾ എന്നെ തല്ലിയിട്ട് ഞാൻ ഇതേവരെ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. 29th ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഉമ്മ എന്നെ തല്ലി, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ ഉമ്മ അപ്പം തന്നെ പറഞ്ഞു മോൾ ഞാൻ അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവൻ പറയുന്ന പോലെ എൻ്റെ വീട്ടുകാർ ആ മോൾ അവിടെ സഹിച്ചു നിന്നോന്ന് ഒരിക്കലും എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനുള്ള ഒരു ധൈര്യം കിട്ടത്തില്ല. എൻ്റെ വീട്ടുകാർ അത് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, ഇനി ഒറ്റയ്ക്ക് അവിടെ വരെ എത്താൻ എങ്ങനെ വരണ്ടേന്ന് പോലും എനിക്കറിയത്തില്ല. മലപ്പുറം വെച്ച് തൊടുപുഴ എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നത് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാൻ തനുവിനെ വിളിക്കുന്നത്. തനുവിനെ വിളിച്ചിട്ട് തനു പറഞ്ഞു തന്നെ നിലമ്പൂരിൽ നിന്ന് പെരിന്തൽമണ്ണ വരെ വന്ന് നിൽക്കാം. അവളുടെ അനിയനായിട്ട് അവള് സ്കൂട്ടറിലാണ് വന്നത്. ഓക്കെ, എന്നിട്ട് ത്രിബിൾസിൽ സ്കൂട്ടറിലാണ് അവളുടെ വീട്ടിലോട്ട് പോയത്. നിങ്ങൾ ആലോചിക്കണം. സോ പെരിന്തൽമണ്ണയിൽ ഇവള് വന്ന് നിന്ന് ഞാൻ ടാക്സി വിളിച്ചു. എൻ്റെ ഫ്രണ്ട് എനിക്ക് കാസർഗോഡുള്ള എൻ്റെ കൂട്ടുകാരൻ എനിക്ക് ടാക്സി അറേഞ്ച് ചെയ്ത് തന്ന് ആ ടാക്സിയിലാണ് ഞാൻ പെരിന്തൽമണ്ണ വരെ പോകുന്നത്. അവർ വളാഞ്ചേരിയുള്ള ആൾക്കാർ തന്നെ. അവരെനിക്ക് വണ്ടിയിൽ വന്ന് അങ്ങനെ എന്നെ പിക്ക് ചെയ്ത് ഞാൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല. അന്നത്തെ ദിവസം അവൻ്റെ വീട്ടുകാർ അവിടെ ഇല്ലായിരുന്നു. അവൻ്റെ തറവാട്ടിൽ പോയി കിടന്നു. അവൻ്റെ ഉമ്മയും ഒരു അനിയനും ഏറ്റവും ഇളയ അനിയനും അവർ തറവാട്ടിൽ പോയേക്കുമായിരുന്നു. സോ അവർ തിരിച്ച് വന്നപ്പോഴത്തേക്കാണ് ഞാൻ പോകാൻ നിൽക്കുന്നത്. അവർ പറഞ്ഞു ഇപ്പോൾ പോകാൻ ഞങ്ങൾ കൊണ്ടുവിടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എഗ്രി ചെയ്തില്ല. അതുള്ള കാര്യമാണ് ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ ഫ്രണ്ട് അവിടെ വരുന്നുണ്ട്, അവളുടെ വീട്ടിൽ പോയിട്ട് അവളെന്നെ വീട്ടിൽ കൊണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ തനുവിൻ്റെ അടുത്തോട്ട് പോയി. ഓക്കെ, 29th. ഇവന് ഈ ഒരാഴ്ച കാണുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ ഇനി ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്, അത് ഞാൻ കാണിച്ചു തരാം. അത് കുറച്ച് കഴിയുമ്പോൾ ചാറ്റ് നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെ ആയിരുന്നെന്ന്. അപ്പൊ എന്റെ വീട്ടിൽ ഇക്കാലം വരായിട്ട് എന്റെ നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം, എന്റെ വീട്ടിൽ ഇക്കാലം വരായിട്ട് ഒരു പോലീസോ ഒരു കേസോ ഇതായിട്ട് എന്റെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. ഒരു കേസ്, ഒരു പെറ്റി കേസ് പോലും ഇവളെ പരിചയപ്പെടുന്ന ടൈമില് ആർക്കും വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇവളെ പരിചയപ്പെടുന്ന ടൈമിൽ എനിക്കൊരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. കേസസ് ഇല്ലെന്നോ? എത്ര കേസ് നീ മുക്കും? നിനക്ക് പെരിന്തൽമണ്ണ കേസ് ഉണ്ടായിരുന്നു, നിനക്ക് വളാഞ്ചേരി ഗോൾഡിന്റെ കേസുണ്ട്, നിനക്ക് നിന്റെ അവിഹിതം ഫസ്റ്റത്തെ അവിഹിതം തന്നെ മിസ്രിയ കൊടുത്ത കേസുണ്ട്, പിന്നെ നിനക്ക് കലൂര് കേസുണ്ട്, നിനക്ക് പാലാരിവട്ടം കേസുണ്ട്. ഇതൊക്കെ നിന്റെ എക്സസ് കൊടുത്തേക്കുന്ന കേസസ് ആണ്. ഓക്കെ, ഇത് പാലാരിവട്ടത്തെ കേസ്. എടാ നിനക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. ബട്ട് ഇഫ് യു വാണ്ട് ടു നോ പ്ലീസ് കം ഫേസ് ടു ഫേസ്. ഐ എം നോട്ട് ഓക്കെ ഇൻ ചാറ്റ്. ഓ, amount എന്ന് പറഞ്ഞാൽ ലൈക്ക് 60K he blackmailed me to give. Okay, I don't know you believe me or not, but you can go directly to Palarta station. There is all complaint report by me. ഞാൻ അന്വേഷിച്ചതാണ്, അവിടെ റിപ്പോർട്ട് ഉണ്ട്. ഇവളുടെ സെക്ഷൽ വീഡിയോ വെച്ചിട്ട് ഇവളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് 60,000 രൂപ ഉണ്ടാക്കിയിട്ടാണ് ഇവന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ 15 Pro ഉണ്ടാക്കിയേക്കുന്നത്. നാണുണ്ടോ ചെറ്റ്? ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തി ആ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഗതി പിടിക്കത്തില്ല കേട്ടോ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പോലീസ് ഹി ഡിലീറ്റ് ഓൾ ഓഫ് ദാറ്റ്. അവളുടെ വീഡിയോ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് അവൾ രക്ഷപ്പെട്ടു. ഓക്കെ, പിന്നെ എന്ന് പരിചയപ്പെട്ട് അന്ന് മുതൽ ഇവിടെ ഓരോ കേസ് കെട്ടായി എന്റെ തലയിൽ. റിയലി ഞാൻ കാരണം കേസ് കേട്ടോ? എന്നെ പറഞ്ഞെന്ന് പറഞ്ഞ് നീ പോയി തല്ലിയിട്ട് നീ ഉണ്ടാക്കിയ കേസിന് ഞാൻ എന്നെ 42,000 രൂപ കൊടുത്തു ബ്രോ.
എൻ്റെ 42,000 രൂപ ഞാൻ എന്തോ ക്ലോസറ്റിലിട്ട് മുക്കുന്ന പോലെ ഞാൻ അതൊക്കെ വേസ്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സോ ഞാൻ വരുത്തി വെച്ച കേസ് എന്ന് പറയല്ലേ. ഞാൻ നിന്റെ കേസസ് കാണിച്ചു തരാം. ഇസ്രിയ കൊടുത്ത കേസ്, ഓക്കെ, 44,000 നീ മുക്കി എന്ന് പറയുന്ന കേസാണിത്. ഗൂഗിൾ പേ വഴി നീ കൊടുത്ത ട്രാൻസാക്ഷൻ അടക്കം കാണിച്ചിട്ടുണ്ട്. സോ 44,000 നീ കൊടുത്ത കേസ് ട്രിവാൻഡ്രത്ത് കൊടുത്തേക്കുന്നു. ഇനി ഗോൾഡ് വാങ്ങിച്ച കേസ്, ഗോൾഡ് വാങ്ങിച്ചത് മറന്നോ? ഇത് നിന്റെ ഫോണിൽ നിന്ന് തന്നെ ഞാൻ എടുത്ത ഫോട്ടോയാണ്. നീ അവളുടെ കുലിസ്, അതായത് പണയം വെക്കാൻ കൊടുത്ത കുലിസ് ഇവൻ കൊണ്ട് വിറ്റു. മഹാൻ ഏതാണല്ലേ മഹാൻ, അത് വിറ്റു. എന്നിട്ട് അവൾ എനിക്ക് അയച്ച മെസ്സേജാണ്. ഗോൾഡിന്റെ അമൗണ്ട് കൂടിയ കാര്യം ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് അയച്ചു തന്നു. ഇത് അവൻക്ക് അയച്ച മെസ്സേജ്, ഷിബിലിക്ക് അയച്ച മെസ്സേജാണ്. നാട്ടിലെത്തി, നീ എന്നാണ് പാദസരം തരുന്നത്, എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ, നീ പറഞ്ഞ ടൈം ആയില്ലേ എന്നൊക്കെ. ഇനി അടുത്ത ചാറ്റ്, ഇത് എനിക്ക് അയച്ച മെസ്സേജാണ്. അവനോട് പറയട്ടെ, ഞാൻ എന്തായാലും അവനെ വെറുതെ വിടൂല. എൻ്റെ ഗോൾഡ് വാങ്ങിച്ചത് 3 പവനാണ് എന്നെടുത്ത് തരുമെന്ന് ചോദിക്ക്. ഇതിൻ്റെയൊക്കെ ഡേറ്റ് നിങ്ങൾ നോക്കിക്കോളൂ, സെപ്റ്റംബർ. ഇതൊക്കെ നിന്റെ പേരിലുള്ള കേസസ് ആണ്. അപ്പോൾ നീ മനസ്സിലാക്കുക, ഞാനല്ല കേസസ് തന്നെ. നീ ആൾക്കാരെ പറ്റിച്ച് അവരിതാക്കിയിട്ടാണ് നിന്റെ പേരിൽ വളാഞ്ചേരി, പെരിന്തൽമണ്ണ, പാലാരിവട്ടം, കലൂര് എല്ലായിടത്തും കേസല്ല. പിന്നെ കുറേ കേസസ് വരാത്ത എന്താണെന്ന് വെച്ചാൽ മൈനർ ആയിട്ടുണ്ടോ. പിന്നെ ഒരു പോക്സോ കേസ് വരുന്നില്ലേ, ഒരു 17 വയസ്സ് താഴെയുള്ളതിൻ്റെ വീഡിയോ കോള്. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് എല്ലാ കേസും നീ വെച്ചോളൂ. മാസത്തോളം ഞാൻ ഇവളായിട്ട് ഒരു കോണ്ടാക്ട് ഒന്നും ഉണ്ടായില്ല. ഇവള് ഒരാഴ്ചയോളം വീട്ടിലോട്ട് പോയിക്കണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മൊത്തത്തിൽ സ്റ്റോപ്പ് ആക്കി എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ നിന്നെ. സീരിയസ്ലി 1 month 29th May ഞാൻ പോയിട്ട് 1 month കോണ്ടാക്ട് ഇല്ലായിരുന്നു. ജൂൺ മൊത്തം നമ്മൾ കോണ്ടാക്ട് ഇല്ലായിരുന്നു എന്നാണ് നീ പറയുന്നത്. ട്രോമ എന്നാട്ടോ ഞാൻ ഇങ്ങനെ സേവ് ചെയ്തേക്കുന്നത്. ഗീവ് മീ കോൾ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. റിപ്ലൈ ഒന്നും ഇല്ല. എന്നെ പറ്റിച്ചിട്ട് വേറെ പെൺപിള്ളേർക്ക് മെസ്സേജ് ഇട്ട് ഞാൻ തന്നെ കാല് പിടിക്കുക. 3rd June ഐ എം ടെക്സ്റ്റിംഗ് ഹെർ. നോക്ക്, ഞാൻ അവൾക്ക് ആ ചാറ്റ്, അവൻ അയച്ച മെസ്സേജ് ഒക്കെ ഞാൻ അവൾക്ക് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് താഴെ അടുത്ത ചാറ്റ്. എന്താണ് ആ ചാറ്റ് നോക്കട്ടെ. ഞാൻ അവനോട് ചോദിക്കുക, ഐ എം ആസ്കിങ്, നിനക്ക് എന്ത് വേണമെങ്കിൽ, എന്നെ ഇഷ്ടമല്ല തീരുമാനിക്കുക. അത് നീ പറ, എനിക്കൊന്നും പറയാനല്ലോ. ഓക്കെ, യെസ് പറഞ്ഞോ, എന്നെ ഇഷ്ടമാണല്ലോ. ഇപ്പം ഇല്ല, നോ, ഓക്കെ, ബൈ, ഇനി നിന്റെ ലൈഫിലോട്ട് ഞാനില്ല. ആർ യു ഷുവർ എന്ന് അവൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ആർ യു ഷുവർ യു ഡോണ്ട് ലവ് മീ? ദിസ് ഓൺ 3rd June, ഓക്കെ. അതായത് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് അത്ര ഹാപ്പി ആയിട്ട് പോകുന്ന കാര്യത്തിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ലേ ഡിവേഴ്സ് ആയിട്ടില്ല, നമ്മൾ പറ്റിച്ചാണെന്ന്. ഡിവേഴ്സ് ഒറിജിനലി ആവാൻ നിന്നതാണ്. പിന്നെ ഇവൻ വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ച് റെഡിയായി സോൾവ് ചെയ്ത് ഇവൻ്റെ പ്രശ്നമാണ്, ഇവനിങ്ങനെ ശാരീരികമായിട്ട് എല്ലാവരോടും തോന്നും അവൻ ഹോസ്പിറ്റലിൽ വരാൻ റെഡിയാന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് പിന്നെ സെറ്റാവുന്നത്. ഓക്കെ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്, എനിക്ക് ഇന്ത്യയിലുള്ള താല്പര്യം മൊത്തം വയ്ക്കുന്ന ഉള്ള കാര്യം പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് നിന്റെ വീട്ടിലൊന്ന് പറഞ്ഞത്, എനിക്ക് ഒരു താല്പര്യം. നീ ഇബ്രാഹിം വിളിച്ചിട്ട് ഋട്ടുവിനോട് ചൂടായിട്ട് സംസാരിച്ച്, ഇബ്രാഹിമിനോട് ഞാൻ നന്നായിട്ട് പിന്നെ സംസാരിച്ച്, നിന്റെ ഫോണിൽ വിളിക്കണ്ട, ആർക്കും വിളിക്കണ്ട, എന്നെ തരണ്ട, ആരും നടക്കും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇബ്രാഹിമിനോടും പറഞ്ഞു. സോ എനിക്ക് ഒരു കാര്യം നോക്കാനുണ്ട്, ഒന്നുമില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ്, ഞാൻ പിന്നെയും പറയുന്നത്, എനിക്ക് താല്പര്യം ഇല്ലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പിന്നെയും പറയുന്നു, ഓക്കെ. പിന്നെ ഹോസ്പിറ്റലിൽ വരാൻ ഞാൻ വില്ലിങ് ആയി. എനിക്ക് എന്താ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുമോ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു വില്ലിങ് ആയത്. ഇനി നീ പറഞ്ഞു, ഓക്കെ, ഞാൻ ഇനി ഇതിന്റെ പേരിൽ ഞാൻ ഇനി നിനക്ക് വിളിക്കുക കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് സ്റ്റേഷനിലെ കേസോ എന്തെങ്കിലും ആവുമ്പോ ഞാൻ എന്ത് ചെയ്യണ്ട, സ്റ്റേഷനിൽ വന്നിട്ട് ഹാജരായിക്കൊണ്ട്. ഓക്കെ, ശരി എന്നാ, ഓക്കെ. ഇനി ഇതവൻ എനിക്ക് അയക്കുന്ന മെസ്സേജ് എന്താ വെച്ചാൽ, അവൻ്റെ അടുത്ത് പൈസ ചോദിച്ചു. ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഞാൻ വീട്ടിലോട്ട് മാറി നിന്ന് കഴിഞ്ഞ് ഈ ചൂടുവെള്ളം എല്ലാം ഒഴിച്ചു കഴിഞ്ഞ് 2 ദിവസം മാറി നിന്നപ്പോഴത്തേക്കും ഇവൻ എൻ്റെ അടുത്ത് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പൈസ കൊടുത്ത് ഞാൻ കൊടുത്തില്ല. അപ്പോൾ അവൻ്റെ ഭീഷണിയാണ്, എന്നാൽ ഇനി നമുക്ക് നിർത്താം. അതായത് എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചു. 29th ഞാൻ പോയി, 30th ഇവൻ വീട്ടിൽ വന്ന് ഇവൻ്റെ ഫ്രണ്ടായിട്ട് വന്നിരുന്നു, സേഫായിട്ട് വന്നിരുന്നു. ഇവൻ സംസാരിച്ച് കൺവിൻസ് ചെയ്ത് ഹോസ്പിറ്റലിൽ വരാമെന്ന് പറഞ്ഞു, ഓക്കെ പറഞ്ഞു പോയ ആള്. ഞാൻ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നേരെ ഫ്ലിപ്പ് ചെയ്ത് അയച്ച വോയിസ് ആണിത്. അത് കഴിഞ്ഞ് ഞാനിതെന്നാ അയക്കുന്നത് നോക്കി. ഇതൊക്കെ ഞാൻ തനുവിന് അയച്ചു കൊടുക്കുന്നത്. ഡേറ്റ് ജാനുവരി 3rd June. കഴിഞ്ഞ് തനു പോയി, അവൻ പോയി. ഇതൊക്കെ ഞാൻ അവളോട് പറയുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ എങ്ങനെയും പിടിച്ചു നിൽക്കും. എനിക്ക് പറ്റുന്നില്ല തനു, ഓൻ അനുഭവിക്കും ഇതൊക്കെ, ഓനക്ക് കർമ്മ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് 7th June എന്താ അവസ്ഥ എന്നൊക്കെ അവൾ എന്നോട് ചോദിക്കുന്നുണ്ട്. ഉമ്മ എവിടെ, അവൻ്റെ മെസ്സേജ് വന്നോ, പിന്നെ അങ്ങനെ ഇതൊക്കെ ഞാൻ ആ ടൈമിൽ അയക്കുന്ന മെസ്സേജാണ്. ഇവരെന്നിട്ട് ഈ കറക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ വിഷമം സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ലൂപ്പാവുക, മെൻ്റൽ പേഷ്യൻ്റ് പോലെയായി. നിന്നോട് ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് മരിച്ചു കളയാൻ തോന്നുക. എൻ്റെ ഉമ്മ സത്യോടി ഞാൻ ആകെ മടുത്തു.
ഇതൊക്കെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ആ ടൈമിൽ അയക്കുന്ന മെസ്സേജ് ഉണ്ട്. ഡേറ്റ് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. സോയാ ഇതൊക്കെ വെറുതെ ഒരാൾ മെസ്സേജ് അയക്കുമോ, വെറുതെ ഒരാൾക്ക് മരിക്കാൻ തോന്നുമോ, വെറുതെ ഒരാളെടുത്ത് മരുന്നെടുത്ത് കഴിക്കുമോ ഹോസ്പിറ്റലിൽ? ഇത്ര ഒരാൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇത്ര ഒരാൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല, ഇതിൻ്റെ അപ്പുറം ഇന്നെ നിങ്ങൾ കാണാനുണ്ട്. ഇത്ര ഒരാൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയാനില്ലെങ്കിൽ കുറ്റം പറയാണ്ടിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നും കല്യാണം കഴിഞ്ഞിട്ട് ചീറ്റിങ് ആയിരിക്കുമല്ലോ നിങ്ങൾക്കായിരിക്കും. 7th ജൂണൊക്കെ ഞങ്ങൾ ഹാപ്പിലി മാരീഡ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ മുന്നിൽ കാണുന്ന ടൈമാണ്. അപ്പോൾ ഇതൊന്നും ചീറ്റിങ് അല്ലായിരിക്കുമല്ലേ? നിൽക്കാൻ കഴിഞ്ഞാൽ അത്ര അടിപൊളിയായിട്ട് പോയി എന്നല്ലേ പറയുന്നത്. ഇതൊന്നും ചീറ്റിങ് ആയിരിക്കുമല്ലേ? എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്, ഞാൻ റിലേഷൻ വേണ്ടാന്ന് പറഞ്ഞത്, എന്നെ പറ്റിച്ചിട്ട് ഞാൻ കാല് പിടിച്ച് പോകുന്ന അവസ്ഥയാണ് ഇതൊക്കെ. എന്നിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. റിയലി കണ്ട അടുത്ത ചാറ്റ് ഇതൊക്കെ ജൂണിലാണ്. എങ്ങനെയാടി? ഞാൻ റൂം എടുത്ത് കൊടുത്തേ ഇന്നലെ. എന്ന് വെച്ചാൽ ഞാൻ പൈസ അയച്ച് കൊടുത്തേ അവന്. ഞാൻ പൈസ അയച്ച് കൊടുത്തിട്ടാണ് അവന് ഈ കാണിക്കുന്ന കോപ്രായ മൊത്തം കുറേ ഇഷ്ടമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായി അങ്ങനെ ഇരിക്കണേ. ഇതൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ ചാറ്റ്, ഇതൊന്നും ഞാൻ ഇടണമെന്ന് വിചാരിച്ചിട്ട് പോലുമില്ല, പക്ഷെ നിവർത്തികേട് കൊണ്ട് കാണിക്കുന്ന ഇതൊക്കെ. ഇനി എന്താ? ഇതടുത്ത ചാറ്റ്. അവനെ ടിൻഡറിൽ കണ്ടെന്ന് പറഞ്ഞ് അവനെൻ്റെ അടുത്ത് ജൂണിൽ എല്ലാം ഡിലീറ്റ് ചെയ്തു, ടിൻഡറെല്ലാം ഒഴിവാക്കി, ഇനി ഡേറ്റിംഗ് ആപ്സ് ഒന്നും കാണത്തില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു പെണ്ണ് മെസ്സേജ് അയച്ചത് ടിൻഡറിൽ അവനുണ്ടെന്ന്. അപ്പം ഞാൻ അവളോട് പറയുന്നുണ്ട് അത് ആക്റ്റീവ് അല്ലല്ലോ, 6 ദിവസം മുന്നേ അല്ലേന്ന്. ബിക്കോസ് ഇവൻ എന്നെ കൺവിൻസ് ചെയ്ത് പറഞ്ഞു ഇവൻ ടിൻഡർ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, ടിൻഡർ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത്. പക്ഷെ അവൾ പറഞ്ഞു ഇന്ന് രാത്രി ആക്റ്റീവ് ആയിരുന്നു, 1 മണിക്കൂർ മുന്നേ. എന്നിട്ട് അവൾ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ച് അവൻ്റെ പ്രൊഫൈൽ കാണിച്ചു തന്നു. അതിൽ 1 കിലോമീറ്റർ എവേ ആണ്. ഓക്കെ, അവന് കോഫി കുടിക്കാൻ മീറ്റ് ചെയ്യണമെന്നാണ് അവൻ പറഞ്ഞത്. സിബിൽ 25 1 കിലോമീറ്റർ അവേ ലൊക്കേഷൻ കാണിക്കുന്നുണ്ടല്ലോ. ഇത് ഞാൻ അവൾക്ക് വെച്ച് കൊടുത്തതാണ്. സോ വാട്ട് ഈസ് ഓൾ ദിസ്? ഇതൊന്നും ചീറ്റിങ് ആയിരിക്കുമല്ലേ? ഇനി എൻ്റെ ഉമ്മ എനിക്ക് പൈസ അയച്ചതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഞാൻ കാണിച്ചു തരാം. അല്ല, ഇത് ഉമ്മയുടെ അല്ല, ഇത് 5th ജൂൺ ഞാൻ അവനെ അയച്ചു കൊടുക്കുന്ന പൈസയാണ്. അവനായിട്ട് അവൻ പറയുന്നുണ്ടല്ലോ 1 മാസം കോൺടാക്റ്റ് ഇല്ലെങ്കിൽ, 1 മാസം കോൺടാക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ നിന്ന് പൈസ ഫുഡ് കഴിക്കാൻ അതിനും ഇതിനൊക്കെ വാങ്ങിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്? ഇതെൻ്റെ ഉമ്മ എനിക്ക് അയച്ചു തന്ന പൈസയാണ്. 3000 രൂപ എനിക്ക് അവിടെ നിന്ന് വരാനും ഫുഡ് കഴിക്കാനും ഒക്കെ. ഞാൻ തനുവിൻ്റെ അടുത്ത് പോയിട്ടല്ലേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയത്. അപ്പം എൻ്റെ ഉമ്മ എനിക്ക് അയച്ചു തന്ന പൈസയാണ്. ബിക്കോസ് ആ ടൈമിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ മലപ്പുറത്ത് ഇവൻ്റെ വീട്ടിൽ അടിമേനെ പോലെ, എന്ന് വെച്ചാൽ പട്ടീനെ പോലെ നിൽക്കുന്ന സമയം, എൻ്റെ കയ്യിൽ സ്വന്തം വരുമാനം ഇൻഡിപെൻഡൻസ് ഒന്നുമില്ല. എൻ്റെ ഉമ്മാനാണ് എനിക്ക് പൈസ അയച്ചു തന്നിട്ട് മോളെ വീട്ടിലോട്ട് വാങ്ങുന്നു പറഞ്ഞത്. ഈ ഉമ്മാനാണ് ഇവൻ പറയുന്നത് എൻ്റെ വീട്ടുകാരൊന്നും സപ്പോർട്ടെല്ലാം മറ്റാണ് മറിച്ചാണ്. ഇറ്റ്സ് ഫൈൻ. ഞങ്ങളെ ഇൻസ്റ്റയിൽ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ ഇടയ്ക്കിടയ്ക്ക് ഡിവോഴ്സ് ആയിട്ട് സ്റ്റോറി ഇട്ടായിരുന്നു. എന്നിട്ട് ഇവളെ തന്നെ അത് ഡിലീറ്റ് ആക്കിയിരിക്കും. കാരണം ഇവള് എനിക്ക് പറ്റാത്ത സിറ്റുവേഷനിൽ ആ സ്റ്റോറി ഇടാം. പറ്റാത്ത സിറ്റുവേഷനിൽ സ്റ്റോറി ഇടുന്ന ഇവൻ പറയുന്നല്ലോ, അനൗൺസ്മെന്റ് പോകുന്നത്. പറ്റാത്ത സിറ്റുവേഷനിൽ സ്റ്റോറി ഇടുമെന്ന് ഇവൻ പറയുന്നത്. എനിക്ക് പബ്ലിക് ഇത് അറിയണമെന്ന് യാതൊരു താല്പര്യമില്ല. ഓക്കെ, ഞാനിത് പബ്ലിക്കലി അറിയിക്കാൻ വെച്ച കാര്യം പോലും അല്ലല്ലോ. അപ്പം ഇവന് നന്നായിട്ടറിയാം ഇവൻ എന്നെ എന്തെങ്കിലും ചാറ്റ് ചെയ്യുമ്പോൾ ചീറ്റ് ചെയ്യുമ്പോൾ ഇവൻ്റെ ഈ കോപ്രായ ഞാൻ പിടിക്കുമ്പോഴത്തേക്കും, ഞാനിത് പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി ഇവൻ ചെയ്യുന്ന ആദ്യത്തെ പ്രക്രിയയാണ് ഇവൻ്റെ അടുത്ത് സ്റ്റോറി ഇടാം, സ്റ്റോറിയുടെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കാം. ഇങ്ങനെ ഇവൻ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ അവൻ പറയും ഇത് ഡിലീറ്റ് ചെയ്താൽ പിന്നെ ഇനി ഇതിനെപ്പറ്റി സംസാരിക്കരുത്. അതായിരുന്നു അവൻ്റെ സ്കില്ല്. അപ്പോൾ ഞാൻ സംസാരിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇവൻ പബ്ലിക്കിൽ ഇങ്ങനെ സ്റ്റോറി ഇട്ട് നാറ്റിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ എനിക്ക് അവൻ ചീറ്റ് ചെയ്ത് അവൻ എന്തിനാ അങ്ങനെ മെസ്സേജ്, എന്തിനാ അങ്ങനെ ഫോട്ടോ വെച്ചാൽ ഇതൊന്നും എനിക്ക് ചോദിക്കാനുള്ള അവകാശമില്ല. അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കും. ഇത് അവനൊരു മെത്തഡായിട്ട് എടുത്തായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, കുറേ സ്റ്റോറീസ് ഇങ്ങനെ ഡിവോഴ്സ് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. ഇവള് 1 മാസത്തോടെ ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവളോടെ ഫ്രണ്ടിന്റെ മുഖം നോക്കി നീ ഇല്ലാതെ പറ്റൂല, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിപ്പിക്കുക, ഡയൽ വിളിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പൊ ലാസ്റ്റ് എന്നിട്ട് പിന്നെ ഒരു തീരുമാനത്തിന് ഞാൻ പറഞ്ഞ മാതിരി നിൽക്കാം, എന്റെ വീട്ടിൽ വന്ന് നിൽക്കുക. എറണാകുളം ലൈഫൊക്കെ ഉപേക്ഷിച്ച് എന്റെ വീട്ടിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വായോ തന്നെ അപ്പോൾ ഓക്കെ പറഞ്ഞു. നിന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ ഞാൻ ഓക്കെ പറഞ്ഞു. നീ തന്നെ പറഞ്ഞ കാര്യമുണ്ടല്ലോ അല്ലെ, നിന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ ഞാൻ ഓക്കെ പറഞ്ഞു. ബാക്കി കേൾക്കാവേ. അപ്പിനോട് നീ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഓക്കെ, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു നിന്റെ കണ്ടീഷൻ പറയാൻ നമുക്ക് എന്റെ വീട്ടിൽ പോയി നിൽക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ പറഞ്ഞു ഓക്കെ, നീ പറഞ്ഞു ഓക്കെ. എല്ലാം അവനിങ്ങനെ തലയാട്ട ഓക്കെ. കുറച്ച് മുന്നേ അല്ലടാ ഹായിക്കാട്ടം നീ പറഞ്ഞത്, നിന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ നീ പറഞ്ഞു, ഞാൻ അതിന് ഓക്കെ പറഞ്ഞു. പിന്നെ അവൻ പറയാം അത് കഴിഞ്ഞ് അവള് കണ്ടീഷൻ പറഞ്ഞു അവളുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ, പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. വാട്ട് ഈസ് ദിസ്? രണ്ടും ഒരു ഇന്റർവ്യൂവിൽ തന്നെ ഫ്ലിപ്പ് ചെയ്ത് സംസാരിക്കരുത് പടച്ചോനെ വിചാരിച്ചിട്ട്. ഓക്കെ, നിന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ ഞാൻ ഒരിക്കലും എഗ്രി ചെയ്തിട്ടില്ല. ബിക്കോസ് എൻ്റെ വീട്ടിൽ നിന്ന് അന്ന് 29th മെയ് ഞാൻ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ തൊടയിലും ഇതിലും ഒക്കെ ചതഞ്ഞ പാടുണ്ടായിരുന്നു.
ഞാൻ എന്നിട്ട് ഇവൻ എൻ്റെ വീട്ടിൽ 30-ാം തീയതി സംസാരിക്കാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ വീട്ടുകാർ പറഞ്ഞു ഇനി തല്ലാനാണെങ്കിൽ പറ്റത്തില്ല, അതുമല്ല അവളെ അങ്ങോട്ട് വിടാൻ ഞങ്ങൾക്ക് പേടിയുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നാൾ ബ്രേക്ക് എടുത്ത് ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അവർക്ക് പേടിയാണ്, എൻ്റെ ഉമ്മാക്ക് പേടിയാന്ന് പറഞ്ഞു എന്നെ അവിടെ കൊണ്ടു നിർത്താൻ. മലപ്പുറം ഓടി എത്തുന്ന സ്ഥലമൊന്നുമല്ല, എന്നെ വല്ല ഇവൻ വല്ല ചെയ്ത്, കാരണം ഇവൻ്റെ വീട്ടുകാരില്ലാത്ത സമയത്ത് ഇവൻ എന്തെങ്കിലും ചെയ്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൻ അത് എഗ്രി ചെയ്തു. ഇവൻ ഓക്കെ ആണ്, ഇവൻ്റെ ദേഷ്യം കുറയ്ക്കാൻ ഇവൻ ഹോസ്പിറ്റലിൽ വരാൻ മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ഇവൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാന്ന് പറഞ്ഞത്. ഞങ്ങളെല്ലാവർക്കും സന്തോഷമായിരുന്നു. അങ്ങനെ അവരെ നന്നായി കുറിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിലൂടെ അങ്ങനെ നന്നാവട്ടെ എന്നൊക്കെ വിചാരിച്ചു. അവൻ്റെ മേമ അയച്ച വോയിസ് ആട്ടോ എനിക്ക്, അതായത് എങ്ങനെയെങ്കിലും നിക്കാവോടുകൂടിയെങ്കിലും നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ യൂട്യൂബർ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്ന ആളായതുകൊണ്ട് എന്നെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക് ആദ്യം നിക്കാഹ് കഴിക്കുന്ന ലെവലിൽ. പിന്നെ ഞാൻ അവിടെ വന്നിട്ടാണ് അവർക്ക് എന്നെ ഇഷ്ടമായത്. എന്നെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ സ്വഭാവം കണ്ടപ്പോൾ എന്നെ അവിടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അവൻ്റെ മേമക്ക്, വല്യമ്മക്ക്, അവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിയപ്പോൾ തന്നെ അവർ എന്നോട് അവരെല്ലാവരും എന്നോട് സംസാരിക്കുന്നു, ഇവനോട് സംസാരിക്കുന്നതിൽ കൂടുതൽ എന്നോട് സംസാരിക്കുന്നു. അത്രയും അടിപൊളിയായിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ളത്. അതെനിക്ക് നന്നായിട്ടറിയാം. ഇവൻ്റെ വീട്ടുകാരുടെ അടുത്തും അവിടെ ഓപ്പോസിറ്റും അയൽവാസികളുടെ അടുത്തും ഒക്കെ ഞാൻ എങ്ങനെയാണ് നിന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സോ ഇവൻ്റെ വീട്ടുകാർക്ക് ഞാൻ പറയുന്നില്ല. എൻ്റെ വീട്ടിൽ വന്നു. ഇവന് അവൻ്റെ വീട്ടിൽ നിൽക്കുന്ന തീരെ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ രാത്രി മലപ്പുറത്ത് ഇവന് ഒന്നാമത് ഇവൻ്റെ ഉപ്പ ഗൾഫിലാണ്. സോ ഇവൻ്റെ വീട്ടിൽ നിന്ന് രാത്രി ഇവൻ്റെ ഉമ്മ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇവനെ പുറത്തു വിടാൻ സമ്മതിക്കില്ല. ഇവൻ എന്നിട്ട് ബാൽക്കണി വഴി സൺഷെയ്ഡ് വഴി ചാടിയിട്ടാണ് ഇവൻ ഉമ്മ ഉറങ്ങിക്കഴിഞ്ഞ് വണ്ടി എടുത്ത് പോകുന്നത്. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, എന്നിട്ട് അവൻ തിരിച്ചു കയറി വരുമ്പോൾ ഞാൻ ആ ഡോറ് തുറന്നു കൊടുത്ത് ഞാൻ അവനെ അകത്തോട്ട് കയറ്റുന്നത്. അത്രയും സപ്പോർട്ട് ചെയ്ത് അവൻ പുറത്ത് പോയിക്കോട്ടെ, രാത്രി അവന് പോകാൻ ആഗ്രഹം ഉണ്ടാവും, വീട്ടിലിങ്ങനെ ആയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവനെ ഒറ്റയ്ക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ വിട്ടിട്ടുണ്ട് രാത്രി. അത്രയും സപ്പോർട്ട് ചെയ്ത് ഞാൻ നിന്നിട്ടുണ്ട്. സോ അവൻ്റെ വീട്ടിൽ നിൽക്കാൻ തീരെ ഇഷ്ടമായിരുന്നു. അവൻ എൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അവന് കിട്ടാത്ത സ്വാതന്ത്ര്യമില്ല. അവൻ എന്ത് വേണേൽ ചെയ്യാം, എവിടെ വേണേൽ പോകാം. എൻ്റെ വീട്ടുകാർ ചോദിക്കത്ത് പോലും ഇല്ല. ഓക്കെ, അവരങ്ങനെയാണ് നിൽക്കുന്നത്. അതാണ് അവരുടെ ക്വാളിറ്റി. അത് ഞാൻ ആദ്യം മനസ്സിലാക്കാം. ബാക്കി കേൾക്കാം. അവിടെ വന്നപ്പോ അവളെ വീടാണ്, എനിക്ക് കിച്ചണിൽ പോയിട്ട് ഫുഡ് എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല. ഇവിടെ ഫസ്റ്റ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റ് എന്ത് ചെയ്യാം, പല്ല് വെച്ചിട്ട് ചായ പിടിക്കുക, അല്ലെങ്കിൽ ചായ പിടിച്ചിട്ട് പല്ലേക്ക്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇത് ചെയ്യാം. ഇത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ, പിന്നെയാണ് ഫുഡ്. ഇപ്പൊ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ കിച്ചണിൽ പോയിട്ട് ഉമ്മച്ചി കുറച്ച് ഫുഡ് എടുത്തിടാൻ വരാൻ പറ്റില്ല. കാരണം എന്റെ വൈഫിന്റെ വീട്, എന്റെ വീടാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി എടുക്കും. ഇവൻ പറയുന്നത് ഇവൻ എന്ത് പച്ച വിഡ്ഢിത്തരാണ് ഈ പറയുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ഞങ്ങള് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഓക്കെ, ജൂൺ പകുതി തൊട്ടിട്ട് എൻ്റെ വീട്ടിലാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 4 മാസം. 4 മാസത്തിൽ ഞങ്ങൾ എടുത്തേക്കുന്ന വീഡിയോ കൂടിപ്പോയ ഒരു 15 വീഡിയോ ആയിരിക്കും. അപ്പോൾ 15 ദിവസം നീ ഫുഡ് കഴിച്ചിട്ടുള്ള, ബാക്കി ദിവസമൊക്കെ നീ പട്ടിണി ഇരിക്കുമായിരുന്നോ? നിനക്ക് ഫുഡ് കിട്ടിയിട്ടില്ലേ? നീ എന്ത് കള്ളത്തരാണ് പറഞ്ഞത്? പിന്നെ എൻ്റെ വീട്ടുകാരെന്ന് പറയുന്ന ആൾക്കാർ, ഇതും എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുള്ള കാര്യമല്ല. ബട്ട് ദെൻ ഇവന് എൻ്റെ വീട്ടുകാരായിട്ട് നിൽക്കണ്ട, ഇവന് സ്വാതന്ത്ര്യം പോകും, ഇവന് മറ്റതാവും, ഇവന് പെണ്ണുങ്ങളുടെ വീട്ടിൽ, അതാണ് അവരുടെ സ്ലാങ്. പെണ്ണുങ്ങളുടെ വീട്ടിൽ പോയി നിന്നാൽ എൻ്റെ വില പോവും, അവരെന്ത് വിചാരിക്കുക, എൻ്റെ കുടുംബക്കാരൊക്കെ എന്ത് വിചാരിക്കുക, ഞാൻ പെണ്ണുങ്ങളുടെ വീട്ടിൽ പോയി എന്താ നിൽക്കുന്നത്, എൻ്റെ വീട്ടിൽ നിൽക്കാത്ത എന്താ, നമ്മൾ നമ്മുടെ വീട്ടിലല്ലേ ശരിക്കും നിൽക്കേണ്ടേ, നിൻ്റെ വീട്ടിൽ വന്ന് നിന്നാൽ അത് പറയും ഇത് പറയും, അപ്പം നീ അവരും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ചമ്മലാണ് അവരെ ഫേസ് ചെയ്യാന്ന് പറഞ്ഞ് എൻ്റെ വീട്ടുകാർ ഞാൻ നിന്നുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് മാറി വരെ തന്നു, ഈ നാറിയായിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി. അങ്ങനെയെങ്കിലും ഈ നാറിയുടെ കൂടെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ വ്ളോഗ്സ് കാണുന്നവർക്കറിയാം, എൻ്റെ വീട്ടുകാർ ഏതെങ്കിലും ഒരു വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്രയോ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോസിൽ നിങ്ങൾ എൻ്റെ ഫാമിലിനെ കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഹോം ടൂർ കാണിച്ചപ്പോഴത്തേക്കും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത്ര വലിയ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ഫാമിലി എവിടെ നിന്ന്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഇവൻ എൻ്റെ ഫാമിലിയോട് നിൽക്കാൻ പറ്റത്തില്ല, ഇവൻ ഒറ്റയ്ക്ക് നിൽക്കണം, എന്നാലേ ഇവൻ എന്നെ തല്ലാൻ പറ്റത്തുള്ളൂ. ആ ടൈമിലും കുറേ തല്ലിയിട്ടുണ്ട്, ഇഷ്ടം പോലെ തല്ലിയിട്ടുണ്ട്. ഈ വീഡിയോസ് കണ്ടോ? ഈ വീഡിയോസിലൊന്നും എൻ്റെ ഫാമിലി ഇല്ല. എൻ്റെ ഫാമിലി ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവരാകെ വീക്കെൻഡ്സിൽ മാത്രമേ വരത്തുള്ളൂ. ഇതാണ് ഹോം ടൂർ. ഇതൊക്കെ വീടിന്റെ ഫ്രണ്ടില്, ഇതാണ് ഞാൻ പറയുന്നത്, സ്വാതന്ത്ര്യം ഇല്ലാത്ത വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസാണ്. അവിടെ എൻ്റെ ഉമ്മായും
വല്യമ്മയും ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, ബ്ലർ ചെയ്യുവാണ് ഫേസ്. ഇതൊക്കെ അവൻ എടുക്കുന്ന ഫോട്ടോസാണ്. എൻ്റെ വീട്ടിൽ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നു. ഫ്രീഡം ഇല്ലാത്ത വീടാണ്, ഫുഡ് കിട്ടത്തില്ല, അങ്ങനത്തെ ഉള്ള വീടാണ്. സിഗരറ്റ് വലിക്കുന്നത്, അതാ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഓക്കെ, എന്റെ ഉമ്മ ബാക്ക്ഗ്രൗണ്ടിൽ, ഉമ്മാനെ കാണിക്കുന്നില്ല കേട്ടോ. അയ്യോ, ഫ്രീഡം ഇല്ലാത്ത വീടാ. എന്റെ വീട്ടിൽ നിന്ന് മുറ്റത്തുനിന്ന് റംബൂട്ടാൻ പറിക്കുന്നു. സ്വാതന്ത്ര്യം ഇല്ലാത്ത വീടാണ്. ഇത്താടെ വീട്, സ്വാതന്ത്ര്യം ഇല്ലാത്ത ഫാമിലീസ് ആണ് ഞങ്ങള്. പിന്നെയും റംബൂട്ടാൻ. ഇഷ്ടംപോലെ ക്ലിപ്സ് ഉണ്ടായിരുന്നു കുറെ കാലം. അയ്യോ, ഫുഡ് കൊടുക്കാത്ത ഞാൻ തന്നെ ഫുഡ് വരുത്തുന്നു. എന്റെ മിച്ചത്ത് ഡാൻസ് കളിക്കുന്നു. അയ്യോ, എന്റെ വാപ്പായമ്മ എനിക്ക് സമ്മതിച്ചാ? എന്താ എനിക്ക് ആ കാര്യത്തിൽ അപ്പൊ ഞാൻ അങ്ങനെ കുറെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കണം, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കണം. ഇവിടെ എന്നെ കൊണ്ട് ഓരോ ആശ കെട്ട് എടുപ്പിക്കും. നിങ്ങള് യൂട്യൂബിലെ ഷോർട്സ് ഒക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാം, പെൺവേഷവും കാര്യങ്ങളൊക്കെ ഓരോ അവർക്ക് എന്റെ ഇഷ്ടപ്രകാരം ഞാൻ സമ്മതിച്ചിട്ട് തന്നെയാണ്. പക്ഷെ ഇവൾ പറഞ്ഞിട്ടാണ്, ഞാൻ പറഞ്ഞിട്ടാണ്. കാരണം നിനക്ക് ബുദ്ധിയില്ല, കണ്ടന്റ് ആലോചിക്കാനുള്ള ബുദ്ധിയില്ലാത്ത മൊണ്ണയോട് പിന്നെ എനിക്ക് കണ്ടന്റ് ചോദിക്കാൻ പറ്റുമോ? വി ഈവൻ ഹാഡ് ആൻ എഡിറ്റർ ബ്രോ. അപ്പൊ നീ അങ്ങനെ പറയല്ലേ? ഇതിനകത്ത് പറയുന്നത് ലല്ലുവിന് ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട്, അവിഹിതങ്ങളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു മിസറിയ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു സ്നാപ്ചാറ്റോ, അങ്ങനെ സ്നാപ്ചാറ്റ് അല്ല സ്നാപ്പൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആരപ്പോ ഇതിന്റെ ഇടയിൽ വന്ന ഒരു മിസറിയ? അത് ഞാനേ പറഞ്ഞല്ലോ, ഓഗസ്റ്റിൽ ഞാൻ ഇവളുടെ ഓഗസ്റ്റ് അതിന്റെ മുൻപത്തെ മാസം കറക്റ്റ് അറിയത്തില്ല, ഞാൻ അവളായിട്ട് മൊത്തത്തിൽ സ്റ്റോപ്പ് ആക്കിയ. ഒരാളായിട്ട് ഒരു കല്യാണം കഴിഞ്ഞ നിക്കാഹ് കഴിഞ്ഞ ഒരാളെ പിരിഞ്ഞ മാസം പോലും ഓർമ്മയില്ലെങ്കിൽ പിന്നെ എന്ത് സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നേ കുട്ടാ. ഇട്ടിട്ട് പോകുന്നത്, അതായത് ആ റിലേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയം ഡേറ്റ് വേണമെന്നില്ല, മാസമെങ്കിലും ഓർമ്മ ഉണ്ടാവില്ലേ? സെപ്റ്റംബർ മാസത്തിലാണ് നമ്മൾ പിരിയുന്നത്. ഓഗസ്റ്റ് അല്ലെങ്കിൽ അതിന് മുന്നേ, അതായത് ഏതാ ജൂലൈ. സീരിയസ്ലി ഓഗസ്റ്റിൽ നമ്മൾ വാഗമണ്ണൊക്കെ പോയതാ, ഹാപ്പി ആയിട്ട് ടൂർ പോകുന്ന ടൈമാണ് ഇതൊക്കെ ഓഗസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. 12th സെപ്റ്റംബർ ആണ് നമ്മൾ പിരിയുന്നത്. സ്റ്റോപ്പ് ആക്കിയതിന് ശേഷം ഞാൻ സ്നാപ്പില് ഈ മിസ് ചെയ്യുന്ന കുട്ടീനായിട്ട് ഇവള് മൊത്തത്തിൽ ഞാൻ എനിക്ക് വേണ്ടാന്ന് വെച്ചതിന് ശേഷം ഞാൻ ഈ കുട്ടീനായിട്ട് ചാറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാര്യം കിട്ടുന്ന പ്രാവശ്യം ഇവളെ കാണിപ്പിക്കാനായിട്ട് സ്നാപ്പ് എടുത്താണ്. എന്നെ കാണിപ്പിക്കാനായിട്ട് സ്നാപ്പാണ്, പക്ഷെ എന്നെ ബ്ലോക്ക് ആയിരുന്നു. സ്നാപ്പില് എന്നെ കാണിപ്പിക്കാനാ, പക്ഷെ എന്നെ ബ്ലോക്ക് ആയിരുന്നു. ഇവള് കാണിപ്പിക്കാൻ വേണ്ടിട്ട് സ്റ്റോറി ഇട്ടാണ്. കാരണം എനിക്ക് ഞാൻ ഓക്കെയാണ്, ഞാൻ മോഡ് അയക്കണ്, ഇന്നെ വിട്ടേക്ക്, ആ ഒരു മൂഡ് അവളെ മെയിനിൽ വന്നോട്ടെ വിചാരിച്ചിട്ട്, എന്റെ പിന്നാലെ നടക്കണ്ടെന്ന് ഇത് വന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റോറി ഇട്ടത്. ഭയങ്കര ഈസി ആയിട്ട് മൂവ് ആവും. സെപ്റ്റംബർ 12 എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് സെപ്റ്റംബർ 14 ഞാൻ നിന്റെ അത് ഇത് ചെയ്തട്ടെ, ഞാൻ നിന്നെ അവിടെ പിടിക്കട്ടെ, തൊടട്ടെ, അങ്ങനെ മൂവ് ഓൺ ആവുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഞാൻ ഉള്ളപ്പോൾ തന്നെ കുറെ പേരുടെ കൂടെ പോയാൽ എനിക്ക് അതിശയമൊന്നുമില്ല മൂവ് ഓൺ ആവുന്നതിൽ. അപ്പൊ നീ അതൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. ആൻഡ് മൂവ് ഓൺ എന്ന് പറയുന്നത് യു നെവർ ലെഫ്റ്റ് മീ. ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ ഹാപ്പി ആയിട്ടൊരു സ്റ്റോറി ഇട്ട ഈ നാർസിസ്റ്റ്, ഈ തെണ്ടി, അപ്പം അവന് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ഹാപ്പി ആയിട്ടുള്ള സ്റ്റോറി, നോട്ട് ഈവൻ ഐ ഡിഡ്ന്റ് ഈവൻ ഫോളോ എ ഗൈ, എനിക്കൊരു ആൺകൊച്ചിനെ പോലും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവന് ഇളകും. അവന് മറ്റേ ഉള്ളിന്ന് അവന്റെ രോഷാകുലനായിട്ടുള്ള ഒരു വേറൊരു വൃത്തിയായിട്ട് സ്വഭാവമൊക്കെ വരും. സോ യു നെവർ ലെഫ്റ്റ് മീ. സെപ്റ്റംബറിൽ പോയിട്ടും ഇവൻ എന്റെ പുറകെ പിന്നെ വന്നിട്ടുണ്ട്. ഞാൻ ചാറ്റ് അവിടെ കൊടുക്കാം, ഞാൻ ചാറ്റ് കാണിക്കാം. അതിന് ശേഷമോ എത്ര ശേഷം ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ നോക്കിയോ. 6 months മുന്നേ ആണ് ഞങ്ങൾ ലാസ്റ്റ് ഒരുമിച്ചുള്ള വീഡിയോസ് ഇട്ട്. അത് കഴിഞ്ഞിട്ട് 4 months ago, അതായത് 2 മാസം ഞാൻ ഇവന് സമയം കൊടുത്തു. ഇവന്റെ ഈ പ്രാന്ത് മൊത്തം ഞാൻ കണ്ടു. ഇവ മിസ്രി ആയിട്ട് പോയിട്ട് ഈ മിസ്രിയ ലല്ലു ഞാൻ ഇഷ്യൂ ഇടുന്നത് ഇത് അറിഞ്ഞു കഴിഞ്ഞ് 2 ആഴ്ച ഉണ്ടാവും. എന്നിട്ട് ഞാൻ സമയം കൊടുത്തു, 2 പേർക്ക് ഞാൻ സമയം കൊടുത്തു. ഞാൻ അവനോട് പറഞ്ഞു, ലല്ലു നിന്റെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയതാണെങ്കിൽ നീ മര്യാദയ്ക്ക് മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്ത് നന്നായിട്ട് തിരിച്ചു വാ എന്ന് പറഞ്ഞു. പറ്റത്തില്ല. അളിയൻ അന്നേരം വാശി, ബിക്കോസ് ഹി വാസ് വെരി കോൺഫിഡൻറ്റ് ഞാൻ അവനെ പറ്റി വീഡിയോ എടുത്തില്ല എന്ന്, ഞാനൊന്നും ചെയ്യത്തില്ല, ഞാൻ അങ്ങ് സൈഡായിട്ട് പോയിക്കോളൂ എന്നായിരുന്നു വിചാരിച്ചോണ്ടിരുന്നത്. അത് മാറിയപ്പോഴാണ് സ്വഭാവം അങ്ങോട്ട് മാറാൻ തുടങ്ങിയത്.
ഇത് പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് നിങ്ങൾ നോക്കിയോ, 29 ഒക്ടോബർ. ഓക്കെ, സെപ്റ്റംബറിൽ പോയിട്ട് അത്രയും ടൈം ഞാൻ കൊടുത്തു, അല്ലാണ്ട് ഞാൻ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ വീഡിയോ ഇട്ടല്ല. ആൻഡ് ഹി വാസ് വെരി കോൺഷ്യസ് ഞാൻ വീഡിയോ ഇടുന്നതിന് മുന്നേ ഞാൻ അവനോട് പറഞ്ഞു, ഇനി ഇതിനൊരു തിരിച്ചുവരവ് ഉണ്ടാവൂല, ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തീർന്നില്ലല്ലോ. നമ്മുടെ ഈ ഹാപ്പി പിക്ചർ ഫേക്ക് പിക്ചർ ഉണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഈ ഫേക്ക് ഇമേജ് ഉണ്ടല്ലോ, അതങ്ങ് തീരും, അത്രേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ ഇതൊക്കെ ചാറ്റാണ്, ഇതൊക്കെ ആ ടൈമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന മെസ്സേജുകളാണ്. നോക്ക് 11th November, ഐ നെവർ ലോങ് ബിഫോർ വെൻ ഐ ലവ്ഡ് യു ബ്രോ സ്റ്റില്ലെന്ന്. എന്നിട്ട് അവൻ എന്നെ ഇങ്ങോട്ട് വോയിസ് കോൾ ചെയ്യുന്നു. 11th November 4:28 AM ഇൻകമിങ് വോയിസ് കോൾ, 1 മണിക്കൂർ 35 മിനിറ്റ്. അപ്പോഴും അവൻ എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കുക. എന്നിട്ടാണ് ഇവൻ പറയുന്നത് ഇവൻ മൂവ് ഓൺ ആയെന്ന് കാണിക്കാൻ വേണ്ടി മിസ്രിയുടെ കൂടെ ഇതാക്കിയത്. സീരിയസ്ലി ഇതൊക്കെ സ്ക്രീൻഷോട്ട്സാ. ഓക്കെ, 6 മിനിറ്റ് സംസാരിച്ചത്. പിന്നെതാ ഓൾഡ്, ഇതെന്താണ് 16th September. ഞാനൊരു കാര്യം പറയാം, നിനക്ക് പറ്റില്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സോ വേണ്ട. 1 hour അങ്കമാലി വരാന്ന്. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി 12 September. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞു അവൻ അങ്കമാലി വരാം, അങ്കമാലിയിൽ നിന്ന് മീറ്റ് ചെയ്യാൻ, സംസാരിച്ച് തീർക്കാൻ പ്രശ്നമെന്ന്. പോലീസിനൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് ഞാൻ പോവാൻ റെഡിയായിരുന്നു. വരുമോ ഇല്ലയോ, വരണോ വേണ്ടോ, യെസ് പറഞ്ഞോ, എന്താണ് അവൻ്റെ ഇത്. ലാസ്റ്റ് മൂവാറ്റുപുഴ KSRTC വരാൻ പറഞ്ഞു. ഇതൊക്കെ മൂവണായ ആളായിരിക്കുമല്ലേ. ഇനി നിനക്ക് ലോങ് സീനാണെങ്കിൽ ഞാൻ എറണാകുളം വരാം. ഇതൊക്കെ എന്താണപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇൻകമിങ് വീഡിയോ കോൾ 47 minutes 8th October. മിസ്രിയുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുന്ന കോളാണ്. ഓക്കെ, 29th October ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ 8th October ഞാൻ മിസ്രിയുടെ കാര്യം ഓൾറെഡി അറിഞ്ഞു. എന്നിട്ട് ഞാൻ സംസാരിക്കുവാണ്. ഇത് EMI അടയ്ക്കാൻ പറ്റുമോ, കാർ അവൻ്റെ പേരിലാക്കാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജാണിത്. കാർ എൻ്റെ പേരിലാക്കുക, ഒന്നുമില്ലാതെ എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് കാർ ഇവൻ്റെ പേരിലാക്കിയില്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ ഇനി തിരിച്ചു വരാൻ പറ്റത്തില്ല. ഹിസ് കണ്ടീഷൻ വാസ് 12th September ഇറങ്ങിപ്പോയി. 16 September ഇവൻ എന്നെ മൂവാറ്റുപുഴ മീറ്റ് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്ക് അവൻ പറയുന്നതാണ് കാർ അവൻ്റെ പേരിൽ വേണം, എന്നാലേ അവന് പറ്റത്തുള്ളൂ. അതെന്തിനായിരുന്നു? കാറും കൂടെ എടുത്ത് കൊടുക്കാനാണോ, കാറും കൂടെ എടുത്ത് പണയം വെക്കാനായിരുന്നു? ആകെയുള്ള സാധനം കൂടെ കൊണ്ട് കളയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. കാർ അവൻ്റെ പേരിൽ എന്തോ ഭാഗത്തിൽ ഞാൻ കൊടുത്തില്ല. അത് ലാഗായ മോളെ, ഞാൻ പറഞ്ഞില്ല വേണ്ട, നീ ഇന്ന് അടയ്ക്കും എന്ന് പറഞ്ഞാണ്. ഇന്ന് അടച്ചില്ലെങ്കിൽ വെറുതെ പോസ്റ്റ് ആക്കാൻ നിൽക്കണ്ട. അവൻ്റെ AC-യുടെ EMI, അവൻ്റെ വണ്ടിയുടെ, അവൻ്റെ സ്കൂട്ടറിൻ്റെ EMI അത് അടച്ചില്ലെങ്കിൽ നീ വിവരം അറിയുന്നു. സീരിയസ്ലി എന്നെ ഇട്ടിട്ട് എൻ്റെ വീട്ടിൽ അത്രയും പ്രശ്നം ഉണ്ടാക്കി പോലീസിനെ വിളിച്ച് നാണം കെടുത്തി എല്ലാം കഴിഞ്ഞിട്ട് അവൻ പറയുകയാണ് EMI അടയ്ക്കാൻ. ഐ യു ലൈക്ക് ഫക്കിങ് ഔട്ട് ഓഫ് യുവർ മൈൻഡ് ഓർ സംതിങ് എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം എൻ്റെ തലയ്ക്ക് ഓളമായിരുന്നു. നീ അത് പറഞ്ഞിട്ട് ഇനി സംസാരിക്കുക. ഇതൊക്കെ അവൻ്റെ ചാറ്റാണ്. എന്ന് വെച്ചാൽ EMI അടച്ചിട്ട് ഇനി സംസാരിക്കത്തുള്ളൂ. EMI ആദ്യം അടയ്ക്ക്, പൈസ EMI അടയ്ക്കോ ഇല്ലേ, ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇത് മിസ്ലിയുടെ ചാറ്റ്. മിസ്ലി ഇതിൽ പറയുന്നുണ്ട് സെബിൽ ഇനി എൻ്റെ ആരുമല്ല, എനിക്കിനി അത് നടക്കത്തില്ല. മിസ്രി തന്നെ സമ്മതിച്ചു തന്നെയാണ് മിസ്രി സെബിൽ റിലേഷൻ ആണ്. പിന്നെ ഇവൻ്റെ സ്വഭാവം മനസ്സിലായിട്ട് മിസ്രി രക്ഷപ്പെട്ടു. മിസ്രിയുടെ നാൾക്ക് 44,000 രൂപ ഇവൻ എടുത്തിട്ടുള്ളൂ. സോ ഇത് വേറെ എൻ്റെ റിലേഷൻ. അതേസമയം ഇവന് അപ്പുറത്തുനിന്ന് എന്നെ കൺവിൻസ് ചെയ്യണം. ബിക്കോസ് ഇവന് മിസ്രിനെ കുറച്ച് ടൈമിലേക്ക് മതി. എന്നെ ഫോറെവർ ബാങ്ക് ആയിട്ടാണ് ഇവൻ കണ്ടത്. മിസ്രി ലല്ലുവിന് അയച്ച മെസ്സേജാണ്, നീ എന്നെ ഉണ്ടാക്കിയല്ലേ, നിനക്ക് ഞാൻ എല്ലാം റെഡിയാക്കി തരാം, എല്ലാം ഞാൻ ഫസിക്ക് കൊടുക്കാൻ പോകുന്നു, ഓക്കെ വെയിറ്റ് ആക്കിക്കോ. അവിടുന്ന് പണി കിട്ടിയെന്ന് ആയപ്പോഴത്തേക്കും ഫസിക്കെല്ലാം വന്ന് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ട് മിസ്രിയുടെ ഏതോ 3rd പാർട്ടോ 4th പാർട്ടോ മിസ്രി വന്ന് കൺവിൻസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവൻ്റെ അത്രയും കൂടെ കൊണ്ട് നടന്ന അവൻ്റെ ഫ്രണ്ട് തന്നെ എന്നോട് വന്ന് പറഞ്ഞ കാര്യമാണ്. അവൻ്റെ ഗേൾ ഫ്രണ്ടാണ് മിസ്രി, അതാണ് അവൾ ഇനി നോക്കിക്കോളും, വച്ചത് മറിച്ചത്. പിന്നെന്താ, അവന് വെറും ഒരു ബാങ്കാണ് നീ, അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ആക്കുന്നത്. ഹിസ് ഓൺ ബെസ്റ്റ് ഫ്രണ്ട് ടോൾഡ് മീ എന്നെ ഒരു ബാങ്കായിട്ട് കാണുന്നതെന്ന്. അതിൽ കൂടുതൽ എന്താണ് അറിയുക, എല്ലാവരും പറഞ്ഞു എന്നെ ബാങ്കായിട്ടാണ് കാണുന്നത്, പൈസയ്ക്ക് വേണ്ടിയാണ്, അതാണ് ഇതാണ്. ഇതിൽ കൂടുതൽ എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇത്രേ ഉള്ളൂ പ്രഗ്നൻസിയുടെ കാര്യം എനിക്ക് ക്ലിയർ ചെയ്യേണ്ടത്. ഇപ്പം തന്നെ വീഡിയോ ഇത്ര ലോങ് ആവണമെന്ന് വെച്ചാൽ സംസാരിച്ച് വന്നപ്പോൾ ഇത്രയായി. സോ ഇനി ബാക്കി ഇൻ്റർവ്യൂയുടെ ബാക്കി ഭാഗം ഞാൻ കാണട്ടെ, എന്നിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടാം. ഇതിലും ഞാൻ നെഗറ്റീവ്സ് പ്രതീക്ഷിക്കുന്നു, ഏറ്റുവാങ്ങുന്നു. ബട്ട് ചിൽ മാഡു. ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഈ കാര്യമൊക്കെ വിട്ടു. ഇനിയിപ്പോൾ അവൻ്റെ കൊച്ചല്ല, അവൻ പ്രഗ്നൻ്റ് ആക്കിയില്ല, വേറെ ആരുടെയെന്നും പറഞ്ഞാലും എന്നെ ബാധിക്കുന്നില്ല. ബിക്കോസ് എനിക്കും പടച്ചോനും പിന്നെ അന്ന് കൂടെ ഉണ്ടായിരുന്നവർക്കും ഒക്കെ അറിയാം, അവൻ്റെ ഫാമിലിക്കും അറിയാം അവൻ്റെ ആയിരുന്നെന്ന്. അപ്പോൾ പിന്നെ നീ വന്ന് ഇൻ്റർവ്യൂവിൽ വിളമ്പിയിട്ട് കാര്യമില്ല കുട്ടാ.
പിന്നെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് എന്തായാലും കിട്ടുമല്ലോ, അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കും മനസ്സിലാവും. സോ അത്രേ ഉള്ളൂ. ലൈറ്റൊക്കെ പോയി, മൈക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സോ യാ ബൈ.